റീച്ച് കിട്ടട്ടെ എന്ന് കരുതി വ്യാസന്റെ പേരിട്ടതാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, വ്യാസൻ എന്നുള്ള പേര് എനിക്ക് തന്നത് എറണാകുളത്താണ്. എനിക്കിപ്പോഴും അറിയില്ല എന്തിനാണ് എന്റെ അച്ഛനും അമ്മയും പാലക്കാട് നിന്ന് എറണാകുളം വന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് ചോറ് വന്നപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് വ്യാസൻ എന്നുള്ള പേര് ഇടുന്നത്. ആ ചോറ്റാനിക്കര അമ്മയുടെ അടുത്താണ് നമ്മൾ ഇരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ആധ്യാത്മിക സത്സംഗത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങളെയും ഗുരുവായൂരപ്പൻ മഹാദേവൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് അവരോട് രണ്ടുപേരോടും പ്രാർത്ഥിക്കുന്നു. പ്രഭാഷണത്തിലേക്കും കുറച്ച് സംഗീതപരമായിട്ടുള്ള നാമജപത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളൊക്കെ വൈഷ്ണവ് വായിക്കും. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ അഭ്യർത്ഥന. എന്നോട് ആവശ്യത്തിലധികം സമയം എടുത്തോളാൻ പറ്റുന്നുണ്ട്. ഈ യോഗ ഡാൻസിന്റെ ആൾക്കാരൊക്കെ ഒന്നും ചെയ്യരുത്, സമയം കുറച്ച് കൂടുതലായി കരുതിയിട്ട്. പ്രഭാഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു ചെറിയ പ്രത്യേകത, ചെറുതല്ല, മഹത്തരമായിട്ടൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഭഗവാന്റെ തിരുവുത്സവം നടക്കണു. അതുപോലെ തന്നെ ഇന്ന് കൊടുങ്ങല്ലൂർ രേവതി വിളക്കാണ്, നമുക്കറിയായിരിക്കും. ഇതിനപ്പുറത്തേക്ക് ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നിങ്ങൾ എല്ലാവരും എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നാമജപത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നാമജപം എത്രത്തോളം ഒരു കാലഘട്ടത്ത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധർമ്മം നാമജപത്തിന്റെ പാരമ്പര്യത്തിലേക്ക് കുട്ടികൾ ഉൾപ്പെടെ തിരിച്ചു വന്നു എന്ന് പറയപ്പെടുന്ന ഒരു സമയമാണ്. അതിന് ഇന്ന് നിരവധിയായിട്ടുള്ള ഭജന സംഘങ്ങൾ, ഇപ്പൊ നന്ദഗോവിന്ദ ആണെങ്കിലും ഇപ്പോൾ നാളെ വരുന്ന സഹോദരന്മാരാണെങ്കിലും പെൺകുട്ടികളുടെ കൂട്ടായ്മയാണെങ്കിലും ഇതൊക്കെ അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നാമജപത്തിന്റെ പ്രാധാന്യം ഈ ലോകത്തിന് മുഴുവൻ വിളിച്ചു പറഞ്ഞു കൊടുത്ത ഒരു മഹാമനുഷ്യന്റെ ഓർമ്മ ദിവസമാണെന്ന്. നാരായണനാമം സിദ്ധ ഔഷധാണെന്നും നാരായണനാമം സേവിച്ചാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലെന്നും നമ്മളെ പഠിപ്പിച്ച, നിരീശ്വരവാദിയായിട്ടും സോഷ്യലിസ്റ്റ് ആയിട്ടും ഒക്കെ ജീവിച്ച് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് വയറുവേദന മാറി ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ട് മാറിയ ഒരു മഹാമനുഷ്യന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ആരുടെ ആരുടെ ആഞ്ഞം മാധവൻ നമ്മൾ പറഞ്ഞ അമ്മയ്ക്ക് നിങ്ങൾ നല്ലൊരു ക്ലാസ് കൊടുത്തു. ആരായിരുന്നു? തിരുനാമാചാര്യൻ ആഞ്ഞം. നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോ നാരായണാലയം കാണാറുണ്ടല്ലോ അല്ലെ? നമ്മള് ഭക്ഷണം കഴിക്കാനൊക്കെ നിൽക്കുന്നതിന്റെ വലതു ഭാഗത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ കാണാം. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ തന്നെ ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ടുള്ള പൂന്താനം തിരുമേനി സ്വന്തം കൈകൊണ്ട് പൂജിച്ചിട്ടുള്ള മുരളീധര വിഗ്രഹം ഗുരുവായൂർ ഇരിക്കുന്നത് നാരായണാലയത്തിനകത്താണ്. ഞങ്ങളുടെ നാടിനടുത്ത് തിരുവാന്താവുന്നടുത്ത് പൂന്താനം ഇല്ലത്തിൽ ആ വിഗ്രഹം കണ്ടുകിട്ടിയ സമയത്ത് പ്രശ്നം വെച്ചു, ഈ വിഗ്രഹം എന്ത് ചെയ്യണം എന്നറിയാനായിട്ട്. ഗുരുവായൂർക്ക് സമർപ്പിച്ചാലോ എന്ന് ചിന്തിച്ചു. ഗുരുവായൂർ സമർപ്പിക്കേണ്ട എന്നാ പറഞ്ഞത്. പകരം ആഞ്ഞത്തിന് ഏൽപ്പിക്കാനാണ് ഗുരുവായൂരൻ പറഞ്ഞത്. അതാണ് ആഞ്ഞത്തിന്റെ മഹത്വം. പൂന്താനം തൊട്ട വിഗ്രഹം പിന്നെ അതിന്റെ ഉടമസ്ഥാവകാശം ഗുരുവായൂരപ്പൻ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് തിരുനാമാചാര്യനാണ്. അദ്ദേഹത്തെയാണ് ആഞ്ഞം മാധവൻ നമ്പൂതിരിയാണ് നമ്മൾ തിരുനാമാചാര്യൻ എന്ന് വിളിക്കുക. ആ നാമത്തിന്റെ മഹിമയാണ് ഇന്ന് നവീനും എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നത്. നാരായണ എന്നുള്ള ആ നാമം, ആ നാരായണ നാമം ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അകത്തിരിക്കുന്നത് മഹാദേവൻ. മഹാദേവനെ കഴിഞ്ഞൊരു മഹാവിഷ്ണുവിനെ പ്രിയമുള്ള ഒരാള് വേറെ ഇല്ല. തിരിച്ചും ഏറ്റവും വലിയ മഹാദേവനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാള് വേറെ ഇല്ല. അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും വന്ന് ശിവനാണോ വിഷ്ണു ആണോ വലുതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഭഗവാന്റെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 30 രൂപ ഓട്ടോ കാശ് കൊടുത്ത് അവരോട് പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ പറയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാദേവൻ എന്ന് വിളിച്ചാലും ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചാലും ആത്യന്തികമായിട്ട് ഒന്നാണ്. അങ്ങനെയുള്ള ആ തിരുനാമാചാര്യന്റെ മഹാത്മ്യത്തെ, അദ്ദേഹത്തെ നമുക്ക് തന്ന ഗുരുവായൂരപ്പനെ നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് അദ്ദേഹമൊക്കെ ഗുരുവായൂരപ്പനെ ലയിച്ച ആളാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എത്രയോ ആളുകൾക്ക് ഇന്നും അഭയസ്ഥാനായിരിക്കുന്ന നാരായണാലയം. ഇതിലൂടെ ഈ പ്രഭാഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് പൂന്താനം കൃഷ്ണൻ അവിടെ പോയി തൊഴുന്ന സമയത്ത്
നിങ്ങൾക്ക് അറിയാമായിരിക്കും പല ആളുകൾക്കും, എങ്കിലും ഞാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരോട് പറയണേ. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ നേദ്യം നിർബന്ധമാണ്. ഇവിടെയൊക്കെ ഭഗവാന് 3 നേരം ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ ഉണ്ട്. പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ നാരായണാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട സമയത്ത് അവിടെ നേദ്യം ഇല്ല. ഭഗവാന് പായസോ അപ്പോ അടയൊന്നും നേദിക്കുന്ന പതിവ് ഇല്ല. പകരം എന്താണ് നേദ്യത്തിന് പകരം വേണ്ടതെന്ന് ചിന്തിച്ചപ്പോ ഇന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഗുരുവായൂർ പോയാൽ കാണാം, രാവിലെ ഉച്ചയ്ക്ക് സന്ധ്യയ്ക്ക് വന്ന് അമ്മമാര് നാമം ജപിക്കും. ആ നാമജപമാണ് ഭഗവാന് നേദ്യമായിട്ട് അവിടെ സമർപ്പിക്കുന്നത്. അതാണ് നാരായണ നാമത്തിന്റെ മഹിമ. പുനാരൻ തന്നെ പറയുന്നത് പോലെ ഒരു ദിവസം ഒരു തവണയെങ്കിലും ആരെങ്കിലും കുറ്റം പറയണമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും സ്വപ്നത്തിലാണെങ്കിലും അറിയാണ്ടാണെങ്കിലും ഒരു തവണയെങ്കിലും നാരായണ എന്ന് ജപിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. അതിന്റെ ഒരു പുതിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയൊരു സമയത്താണ് ഭഗവാന്റെ ഈ ഒരു തിരുവുത്സവം. ആ നാളുകളിലൂടെ നമ്മൾ കടന്നു വന്ന് അല്പസമയം നമുക്ക് ഭഗവാൻ മഹാദേവനെ കുറിച്ചും ഗുരുവായൂരപ്പനെ കുറിച്ചും എന്നെ കുറിച്ച് പൊതുവിലുള്ള കംപ്ലൈന്റ് ആണ്. ഏതെങ്കിലും ശിവന്റെ അമ്പലത്തിലും വിഷ്ണുവിന്റെ അമ്പലത്തിലും അല്ലെങ്കിൽ ഭഗവതി അമ്പലത്തിലൊക്കെ പ്രഭാഷണത്തിൽ വിളിച്ചാൽ 5 മിനിറ്റ് അവിടുത്തെ ദൈവത്തെ കുറിച്ചും ബാക്കി ഉള്ള സമയം മുഴുവൻ ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കണം എന്നൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ കൂടുതൽ മഹാദേവനെ കുറിച്ച് സംസാരിക്കും. ഒപ്പം ഗുരുവായൂരപ്പനെ കുറിച്ച് പറയേണ്ട കംപ്ലൈന്റ് ഇല്ല. അവരെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നോക്കൂ, ഭഗവാൻ പെരുന്നാളത്തപ്പൻ അല്ലെങ്കിൽ എറണാകുളത്തപ്പൻ, ഈ സ്ഥലത്തിന്റെ പേര് തന്നെ പെരുന്നാകുളം ഭഗവാന്റെ നാഭി കണ്ട സ്ഥലം അല്ലെ, എങ്ങനെയല്ലേ പറയുന്നത്? വില്വമംഗലത്തിന്റെ ആ ദർശനത്തിന് നാഭി ഉണ്ടായ ഭാഗം ജലാധിവാസത്തിലുള്ള സ്ഥലം എന്നാണ്. ഈ എറണാകുളം എന്ന് പറയുന്നത് തന്നെ ആത്യന്തികമായിട്ട് ഭഗവാന്റെ പേരിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. കൃഷ്ണാകുളത്തപ്പൻ എന്ന് വിളിക്കുന്ന ഭാഗത്തിനേക്കാൾ തമിഴില് ഭഗവാനെ വിളിക്കുക എറയും പിറയും സൂടിയവൻ എന്നാണ്. എറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം, പിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രകല. അതുകൊണ്ട് ഇറയിനാറുടെ കുളമാണ് എറണാകുളം എന്നാണ്. മഹാദേവന് നീരാട്ട് നടത്താനുള്ള സ്ഥലം. ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം തന്നെ മഹാദേവന്റെ നാമമായിട്ട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകൻ, അദ്ദേഹത്തെ സ്മരിക്കാതെ നമ്മൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാറില്ല. ഞാൻ ഗുരുവായൂരപ്പന്റെ ഏറ്റവും മഹത്തായിട്ട് പലയിടത്തും പറയാറുണ്ട്. ഒരുപാട് പേർക്ക് ഉണ്ണിയാണ് ഗുരുവായൂരപ്പൻ. എത്രയോ ആളുകൾ ഭഗവാനെ കുട്ടിയായിട്ടാണ് കാണുന്നത്. അതിലേക്ക് നമുക്ക് വരികയും ചെയ്യാം. പക്ഷെ പ്രപഞ്ചം മുഴുവൻ മാതാപിതാക്കളായിട്ട് കാണുന്ന രണ്ട് പേരെ ഈ ലോകത്തുള്ളൂ. ഇന്ന് ജനിച്ചു വീണ കുട്ടി ആയുസ് എത്താൻ കിടക്കണ ഒരു മുത്തശ്ശനോ മുത്തശ്ശി ഉണ്ടെങ്കിൽ അവരും ധൈര്യത്തോടു കൂടി അച്ഛ അമ്മയെന്ന് വിളിക്കുന്ന രണ്ട് പേരെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. കാളിദാസൻ രഘുവംശം എഴുതുന്നതിന് മുമ്പായിട്ട് ആദ്യം തുടക്കത്തിൽ എഴുതിയിരിക്കുന്നു വാഗർത്താത്മ സമ്പർത്തം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകം. വാക്കും അർത്ഥവും എങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നുവോ അതുപോലെ ചേർന്നിരിക്കുന്ന ഈ ജഗത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് കാളിദാസൻ രഘുവംശം തുടങ്ങുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്ന് പറഞ്ഞാൽ പെരുന്നാളത്തപ്പൻ, അമ്മ എന്ന് പറഞ്ഞാൽ ചോറ്റാനിക്കര അമ്മ, ഇത്രേ ഉള്ളൂ. ഉണ്ണി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ. അതുപോലെ എറണാകുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണ്ണി കൂടി ഉണ്ട്. ഞാൻ അമൃതാട്ടിങ്ങിൽ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്തും എറണാകുളത്തിന്റെ എല്ലാ യാത്രകളിലും ഞാൻ പരമാവധി സ്റ്റേ ചെയ്യാൻ താല്പര്യപ്പെടാറുള്ളത് എടപ്പള്ളിയിലാണ്. അത് ലുലുമാട് അടുത്തുള്ളതുകൊണ്ടല്ല. അവിടെ ഒരാള് ആ കൊട്ടാരക്കെട്ടിനകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വിളിച്ചു പറഞ്ഞ ഒരാള് അല്ലെ. ഈ പ്രപഞ്ചമാകുന്ന എന്റെ അച്ഛനും അമ്മയാണ് എന്റെ ലോകം എന്ന് ഈ ലോകത്തിനോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ മഹാവിഷ്ണുവിന്റെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട, മുരുകന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ദേവസൈന്യാധിപനായിട്ടുള്ള ഭഗവാൻ സ്വന്തം സഹോദരനായിട്ട് കാണുന്ന സാക്ഷാൽ ജഗദംബിക തന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സർവ്വവിഘ്നങ്ങളും മാറ്റുന്ന ആ സാക്ഷാൽ മഹാഗണപതിയെ സ്മരിക്കാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യാറില്ല അല്ലെ. ഞാൻ മനസ്സിലാക്കുന്നത് മഹാഗണപതി ഹോമം ചെയ്യുമ്പോൾ പോലും ആദ്യം ഗണപതിയെ പൂജിച്ചിട്ട് അത്ര ഗണപതി ഹോമം ചെയ്യുന്ന ക്രിയ പോലും ഗണപതിക്കാണ്. എങ്കിൽ പോലും അത് തുടങ്ങുന്നതിന് മുമ്പ് പോലും ഗണപതിയെ പൂജിക്കണം എന്നാണ്. ഒരു പ്രോഗ്രാം ഏതാണ്ട് 2-2.5 മണിക്കൂർ, 2 മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് സംസാരിക്കാനുള്ളതാണ്.
ഗുരുവായൂരപ്പൻ പുറകിൽ നിന്ന് തള്ളുന്നതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും പറയണത്. ആ തള്ളലിന്റെ ശക്തി കൂട്ടാൻ ഉണ്ണിഗണപതിയുടെ സഹായം ഇല്ലാണ്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തിരുനാമാചാര്യനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, തിരുനാളത്തപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എടപ്പള്ളി ഗണപതി ഭഗവാനെ സ്തുതിക്കുന്ന ഒരു കീർത്തനം വൈഷ്ണവ് വായിക്കും. അതിനുശേഷം നമുക്ക് പ്രഭാഷണത്തിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും ഈ ഒരു കീർത്തനം വായിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കീർത്തനമാണ്. പാടേണ്ട ആൾക്കാർക്ക് കൂടെ പാടാം. എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പാടാത്തെ. നാമം ജപിക്കേണ്ട ആളുകൾക്ക് നാമം ജപിക്കാം. സാധിക്കുമെങ്കിൽ ഇവിടെ പെരുന്നാളത്ത് ഇരുന്നുകൊണ്ട് തൃപ്പൂണിത്തറ വഴി വന്ന് എടപ്പള്ളി പോയി ഭഗവാനെ കണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരിക. അപ്പൊ വൈഷ്ണവ് വളരെ ഗംഭീരമായിട്ട് വായിക്കുന്ന കലാകാരനാണ്, വിവേകാണ്. ഇവിടെ അനൗൺസ് ചെയ്തപ്പോ അവർ ആ നോട്ടീസ് നോക്കി വായിച്ചതായിരിക്കും തബലാണ്. ഇതിന്റെ പേര് മൃദംഗം എന്നാണ്. മൃദംഗമാണ്. ആ നോട്ടീസിലൂടെ തെറ്റ അവരെ പറഞ്ഞ കാര്യമില്ല. അപ്പൊ വിവേക് വൈഷ്ണവിന്റെ ഏട്ടനാണ്, വിവേകാണ് മൃദംഗം വായിക്കുന്നത്. രണ്ടുപേരും സഹോദരന്മാരാണ്, എന്റെ നാട്ടുകാരാണ്. വൈഷ്ണവ് നന്ദഗോവിന്ദത്തിലൊക്കെ വയലിൻ വായിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ. വിവേകാണെങ്കിലും മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ. എനിക്കൊന്ന് വിവേകോടെ പഠിച്ചല്ലേ, RLVയിൽ ആണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടുകാർ പാരമ്പര്യമുണ്ട്. അപ്പൊ ഇവർ ഈ പ്രഭാഷണത്തിനിടയിൽ നിങ്ങൾക്ക് എന്റെ വാക്ക് കേട്ട് ബോറടിക്കുമ്പോൾ ഓരോ കീർത്തനൊക്കെ വയലിൽ വായിച്ചു തരും. അപ്പൊ അതുകൊണ്ട് അല്പസമയം മഹാഗണപതിയെ സ്തുതിക്കുന്ന ഒരു കീർത്തനം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അങ്ങനെയുള്ള മഹാഗണപതി മഹാദേവസുധം എന്നാണ് പറയുന്നത് അല്ലെ. അമ്മയുടെ മകനാണെങ്കിൽ പോലും ഞങ്ങൾക്കും പറയാനുള്ള കാര്യമാണ്. ഞങ്ങൾ പാലക്കാടൊക്കെ കുറച്ച് കൽപ്പാത്തിയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. തമിഴ് പാരമ്പര്യം കുറച്ച് കൂടുതലാണ് ആ ഭാഗത്ത്. ഞാൻ പക്ഷെ ആ ഒരു രീതി നല്ല വരുന്നത്. ഞങ്ങളൊക്കെ വള്ളുവനാട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്താണ് വരുന്നത്, ഒറ്റപ്പാലം മണ്ണാർക്കാടൊക്കെ. അവിടേക്ക് ഈ അച്ഛന്റെ കുട്ടി അമ്മയുടെ കുട്ടി എന്നൊരു ഏർപ്പാടുണ്ട്. അമ്മ ചെല്ലം അപ്പാ ചെല്ലം എന്ന് പറയും. പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള ആ പാർവതി പരമേശ്വരന്മാരിൽ
അമ്മയുടെ ചൈതന്യം അധികമായിട്ടുള്ള ആളാണ് മഹാഗണപതി എന്നാണ് പൊതുവിൽ പറയുക. നമ്മുടെ മൂലാധാര ചക്രത്തിൽ ഇരിക്കുന്ന കുണ്ഡലിനിയുടെ പോലും കാവൽക്കാരന്റെ സ്ഥാനം, അമ്മയുടെ കാവൽ ഗണപതി നിൽക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ അംശത്തെക്കാൾ കൂടുതൽ ശ്രീപാർവതിയുടെ അംശമാണ് മഹാഗണപതിയിലുള്ളത്. എന്നാൽ മുരുകനിൽ അച്ഛന്റെ കുട്ടിയാണ് കൂടുതലും. മഹാദേവൻ തന്റെ 6 മുഖങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഉണ്ണിയാണ്. ഒരാളെ അമ്മ തന്റെ ദേഹത്തുനിന്ന് സൃഷ്ടിച്ചു, മറ്റൊരാളെ മഹാദേവൻ സൃഷ്ടിച്ചു. എങ്ങനെയാണെങ്കിലും ആ രണ്ടുപേരുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പെരുന്നാളപ്പനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങണം ഇനി എന്നാണ് കരുതുന്നത്. ഭഗവാൻ മഹാദേവന്റെ കഥകൾ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കേൾക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തുറയും ആ ഒരു പാരമ്പര്യമൊക്കെ കുറെയൊക്കെ വള്ളുവനാടിനോട് ഒരുപാട് സാമ്യമുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ ഭാഗം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട്, ഇന്നിപ്പോ നമ്മൾ ഈ നേരത്തെ തിരുനാമാചാര്യനെ സ്മരിച്ചതുകൊണ്ട് തന്നെ നാമം ജപിക്കുക എന്നൊരു വാക്ക് ഞങ്ങളുടെ ഒന്നും കുട്ടിക്കാലത്ത് അങ്ങനെ വല്ലാതെ പറഞ്ഞു കേട്ടിരുന്നില്ല സന്ധ്യാസമയത്ത്. പകരം മറ്റൊരു വാക്കുകൊണ്ടാണ് ഇതേ അർത്ഥം കുട്ടികളിൽ എത്തിച്ചിരുന്നത്. ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഒരു 6 മണി 6:30 ആയി കഴിഞ്ഞാൽ മേലെ എഴുതി നാമം ചൊല്ലു കുട്ടികളെ എന്ന് പറയില്ല, മറിച്ച് നാമം ചൊല്ലണേന് പകരം അവർ പറയുന്നത്, ഞങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ പറയാ നമശിവായ ചൊല്ലു മക്കളെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗത്ത് അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമശിവായ എല്ലാം പറയും. സന്ധ്യ ആയി കഴിഞ്ഞാൽ നമശിവായ ചൊല്ല. ചിലയിടത്തത് രാമനാമം ചൊല്ലാൻ പറയും, ചിലയിടത്തത് നമശിവായ ചൊല്ലാൻ പറയും. മഹാദേവന്റെ പെരുന്നാളത്തപ്പന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാക്ഷരത്തിന്റെ മുകളിൽ ഭഗവാന്റെ ഒരു മന്ത്രമില്ല. പഞ്ചാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവൻ തന്നെയാണ്. ആ ഭഗവാന്റെ പഞ്ചാക്ഷരം ചൊല്ലുന്ന സമയത്ത് നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ആത്യന്തികമായിട്ട് കിട്ടുക ശിവനെ തന്നെയാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ശിവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആരെ കിട്ടാനാണ്? ശിവനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല, ഗുരുവായൂരപ്പനെ തന്നെ കിട്ടാൻ പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട് ആചാര്യന്മാർ നാമജപത്തിന്റെ ഒരു സംസ്കാരം നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മന്ത്രമാണ് പഞ്ചാക്ഷരം, നമശിവായ എന്നുള്ള ഭാഗം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഈവൻ ഭജനകളൊക്കെ കേട്ട് നമ്മുടെ കുട്ടികൾ നാമം ചൊല്ലുന്നുള്ള സമയത്ത് നമശിവായ മന്ത്രം എത്രത്തോളം ഉറക്കെ ചൊല്ലാൻ സാധിക്കും അത്രത്തോളം ഉറക്കെ ചൊല്ലണം എന്നാണ് പറയുക. ബ്രഹ്മശബ്ദമായിട്ടുള്ള നമശിവായ ശബ്ദത്തിന്റെ അർത്ഥം ഇപ്പൊ പണ്ടൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഞങ്ങള് ഈ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ നമശിവായ ചൊല്ലു കുട്ടികളെ, നമശിവായ ചൊല്ലു കുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ ഇന്നാണെങ്കിലും അന്നാണെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെന്നാണ് നമുക്ക് താല്പര്യം. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് നമുക്കറിയണം. റിട്ടേൺ പ്രതീക്ഷിക്കും, അത് തെറ്റൊന്നുമില്ല. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തിരിച്ച് കിട്ടും. ആദ്യത്തെ കുറച്ചു കാലമൊക്കെ ഈ നമശിവായ ചൊല്ലി 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 ഇതിപ്പോ ചൊല്ലിയിട്ട് ഇപ്പൊ എന്താ കിട്ടാൻ പോണേ എന്നൊരു ത്വര ഉള്ളിലുണ്ടായപ്പോ ഞങ്ങളുടെ നാട്ടിൽ ഒരു എംബ്രാന്തിരി ഉണ്ടായിരുന്നു. പ്രായമൊക്കെ മനുഷ്യനാ. ഞങ്ങൾ കുട്ടികളൊക്കെ പാടെ ചേർന്ന് എംബ്രാന്തിരിയോട് ചോദിച്ചു, എംബ്രാന്തിരി, ഈ നമശിവായ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ഞങ്ങൾക്ക് കുട്ടികളാണ്, 5-6 വയസ്സുള്ള കുട്ടികളാണ്. ധർമാർത്ഥ കാമോക്ഷങ്ങളെ കുറിച്ചും മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള കുണ്ഡലിയുടെ യാത്രയെ കുറിച്ചൊന്നും പറഞ്ഞു തരാനുള്ള ബോധ്യം ഞങ്ങൾക്ക് ആയിട്ടില്ല. അപ്പൊ അദ്ദേഹം വളരെ സരസമായിട്ട് ഞങ്ങൾക്ക് നമശിവായെ അതിന്റെ അർത്ഥത്തെ പറഞ്ഞു തന്നത് ഞാൻ സദസ്സുകളിൽ പറയാറുണ്ട്. ഇതൊരിക്കലും അമ്മമാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ പ്രഭാഷണം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേട്ട് കുട്ടികളോട് ഇത് പറയണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഞാനിത് പറയാനുണ്ടായ കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒരാൾക്കും എതിരെ സംസാരിക്കണതല്ല. തിരുവനന്തപുരത്ത് ഗുരുവായൂരപ്പന്റെ സ്വർഗാരോഹണം പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷണം അവസാനിക്കുന്ന സമയത്ത് പറഞ്ഞു, കൃഷ്ണാവതാര ലീല എങ്ങനെയാണ് കഴിയണത്. ദ്വാരക കടലിൽ പോകുന്നു, യാദവന്മാർ പരസ്പരം തമ്മിൽ തല്ലി മരിക്കുന്നു, ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലഭദ്രസ്വാമി ആദിശേഷന്റെ ഭാവത്തിലേക്ക് തിരിച്ചു പോകുന്നു, ഭഗവാൻ കാട്ടു പോയിട്ട് തപസ് ചെയ്യുന്നു, തപസ് ചെയ്യുമ്പോൾ ഭഗവാന്റെ ഒരു കാലെന്തോ താഴത്തേക്ക് തൂക്കിയിട്ടിരുന്നു പറയാറുണ്ട്. ഒരു വേടൻ ആ വഴി വരുന്നു, ഭഗവാന്റെ കാല് കാണുന്നു, ഏതോ മൃഗമാണെന്ന് കരുതി ആ കാൽമടമ്പിലേക്ക് ആ കാട്ടാളൻ അസ്ത്രം അയക്കുന്നു. ജര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
അങ്ങനെ ആ അമ്പ കൊണ്ട് ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഞാൻ അവസാനിപ്പിച്ചപ്പോ പറഞ്ഞത് വേടന്റെ അമ്പ കൊണ്ട് ഭഗവാന്റെ ആ നീണ്ട കൃഷ്ണാവതാര ലീല താൽക്കാലികമായി ആ ഒരു യുഗത്തിൽ ഭഗവാൻ അത് അവസാനിപ്പിച്ചു. വേടന്റെ അമ്പ കൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും ആ മോളുടെയൊക്കെ പ്രായമുള്ള 2 കുട്ടികൾ എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, വെറുതെ ഞങ്ങളുടെ വേടനെ കുറിച്ച് അനാവശ്യം പറയുന്നത് വ്യാസേട്ടാ, ഞാൻ ഉദ്ദേശിച്ച വേടന ആ വേടനെ അല്ല മോളെ എന്ന് ഞാൻ പറയേണ്ടി വന്നു. അവരോടാണ് ഞാൻ നമഃശിവായ ചൊല്ലാൻ പറയുന്നത്. എനിക്ക് മറ്റേ വേടനോട് തീർപ്പില്ല കേട്ടോ, അങ്ങനെ പറയുന്നേ. പക്ഷെ ഈ ധർമ്മത്തിന്റെ പാരമ്പര്യം കൂടി മനസ്സിലാക്കി നാമജപത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം പുതിയ തലമുറയിലുള്ള കുട്ടികൾ വളർന്നു വരാൻ. അതിന് ഈ പെരുന്തിനാവത്തപ്പന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മന്ത്രം നമഃശിവായ എത്രത്തോളം ചൊല്ലാൻ സാധിക്കോ അത്രത്തോളം ചൊല്ലാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പൊ അവരും ചോദിക്കും നിങ്ങളോട്, മുത്തശ്ശി അല്ലെങ്കിൽ അമ്മേ, ഈ നമഃശിവായ ചൊല്ലി എന്താ കിട്ടുക? തമാശയായിട്ട് എടുത്താൽ മതി. പണ്ട് ഞങ്ങളുടെ നാട്ടില് ഒരു മുത്തശ്ശിയോട് കുട്ടി ഇങ്ങനെ ചോദിച്ചു പോത്രേ, മുത്തശ്ശി നമഃശിവായ ചൊല്ലി എന്താ കിട്ടുക? മുത്തശ്ശി എടുത്ത വഴിക്ക് പറഞ്ഞു, മോക്ഷം കിട്ടും കുട്ടിയെ. കുട്ടി എടുത്ത വഴിക്ക് അങ്ങോട്ടും പറഞ്ഞു, മുത്തശ്ശിക്ക് അത് ആദ്യം കിട്ടാൻ പോണ, ഇരുന്ന് ചൊല്ലിക്കോളൂ. നമ്മൾ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ കുറിച്ചല്ല പറയണേ. നമഃശിവായ ചൊല്ലി എന്ത് കിട്ടുന്ന ഒരു കുട്ടി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം പറഞ്ഞു കൊടുക്കാൻ, അല്ലെ? ഞങ്ങൾക്ക് എംബ്രാന്തിരി പറഞ്ഞു തന്നത് ഞാനിപ്പോ അവിടെ പറയാം. അവര് പറഞ്ഞു, നാ എന്ന ശബ്ദം ചൊല്ലുമ്പോ മക്കളെ നിങ്ങൾക്ക് നരക ഭയം ഉണ്ടാവില്ല എന്നാണ്. നമ്മുടെയൊക്കെ പേടി അന്നത്തെ കാലത്ത് അന്യൻ സിനിമയ്ക്ക് ഇറങ്ങിയ സമയമായിരുന്നു. മറ്റേ എണ്ണയിലിട്ടിട്ട് വറക്കുന്നു, തലമുടിയുള്ള പാലത്തിന്റെ മുകളിലൂടെ നടത്തിക്കുന്നു, അല്ലെ? നരകത്തെ ആയിരുന്നു ഭയം. അപ്പൊ നാ എന്നുള്ള ശബ്ദം കൊണ്ട് ഉണ്ടെന്നുണ്ടാവില്ല, നരക ഭയം പോയി കിട്ടും. മാ എന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ ഏത് ഭയം പോണു? എല്ലാവർക്കും ഉള്ള ഭയം, ഇന്ന് പോവോ നാളെ പോവോ മറ്റന്നാ പോവോ എന്നുള്ളൊരു ഭയം ഉണ്ടല്ലോ. മരണഭയം ഇല്ലാണ്ടാവുന്നതാണ്. ഞാൻ പോവാനായി മക്കളെ എന്ന് പിന്നെ മുത്തശ്ശിമാരൊന്നും പറയില്ല. അപ്പൊ മരണഭയവും ഇല്ലാണ്ടാവും. കഴിഞ്ഞു. അടുത്ത ശബ്ദം ശിവായ. ഷാ എന്ന ശബ്ദം ഉച്ചരിക്കുന്ന സമയത്ത് കുട്ടികളെ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവണ ഭയം, അതായത് ശൈശവകാലത്തെ ഭയം തീരും എന്നാ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശൈശവകാലത്ത് ഉണ്ടായിരുന്ന 2 ഭയങ്ങള്, ഒന്ന് കണക്കും 2 പ്രേതമായിരുന്നു. കണക്കിനായിരുന്നു ഏറ്റവും ഭയം, അത് കഴിഞ്ഞിട്ടേ പ്രേതത്തിനെ കൂടി പേടിയുള്ളൂ. ചൊവ്വയും വെള്ളിയും വെള്ള സാരി എടുത്തിട്ട് മറ്റേ സാധനം വരുമോ എന്നായിരുന്നു ഭയം. അപ്പൊ എംബ്രാന്തിന് പറഞ്ഞു തന്നു, നമഃശിവായ ചൊല്ലിക്കഴിഞ്ഞാൽ ആരും വരില്ല, പ്രേതം വരില്ല. അപ്പൊ ഞങ്ങൾക്ക് അധികം വിശ്വാസമായില്ല. അക്കാലത്താണ് ആകാശഗംഗ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അതിൽ ഈ യക്ഷി പിടിച്ച് ഓടിക്കുന്ന സമയത്ത് ജഗദീഷേട്ടൻ ഒരു ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കറങ്ങുമ്പോ നമഃശിവായ നമഃശിവായ എന്ന് ചൊല്ലുമ്പോ യക്ഷിയുടെ നേരത്തേക്ക് ടോർച്ച് അടിക്കുമ്പോ യക്ഷി നിന്നു. അപ്പൊ മനസ്സിലായി അപ്പൊ അതിന് പറഞ്ഞത് ശരിയായിരുന്നു. പ്രേതത്തെ അകറ്റാൻ എന്ത് ചൊല്ലിയാൽ മതി? നമഃശിവായ ഷാ എന്ന ശബ്ദം കൊണ്ട് ശൈശവകാലത്ത് ഉണ്ടാവുന്ന ഭയങ്ങളൊക്കെ തീർന്നു കിട്ടും. വാ എന്നുള്ള ശബ്ദം കൊണ്ട് എന്തില്ലാണ്ടാവുള്ളൂ? ശൈശവം മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ജീവിതത്തിന്റെ അവസാനത്തിൽ വാർദ്ധക്യ കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു കൊണ്ടുവരും. വയസ്സാവുമ്പോ ഉണ്ടാവണ പേടി മുഴുവൻ. എന്റെയൊക്കെ അച്ഛമ്മയൊക്കെ കിടക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അച്ഛമ്മയുടെ അമ്മേനെ അച്ഛമ്മ കാണാൻ തുടങ്ങി, അല്ലെ? ഒരാള് പോത്തിന്റെ പുറത്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നു, ഇങ്ങനെ കണ്ട്. അങ്ങനെ വാർദ്ധക്യകാലത്ത് ഉണ്ടാവണ ഭയം. ഇന്നത്തെ ഏറ്റവും വലിയ ഭയം വാർദ്ധക്യകാലത്ത് ഉണ്ടാവണം എന്താ? ഇതൊന്നുമല്ല, ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ളൊരു ഭയം ഇന്ന് പല ആളുകളും, അല്ലെ? വിഷാദ രോഗം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇന്ന് അതിനെ പേരിട്ട് വിളിക്കുന്നുണ്ട്. മക്കള് പുറത്താണ്, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ആ ഒറ്റപ്പെടലാണ് ഇന്ന് ഏറ്റവും വലിയ ഭയം. ആ ഒറ്റപ്പെടലിന്റെ ഭയം പോലും ആരില്ലാണ്ടാക്കണു? ശിവായ എന്നുള്ള ശബ്ദത്തിലൂടെ ഭഗവാൻ ഇല്ലാണ്ടാക്കണു. വാ എന്നുള്ള ശബ്ദത്തിലൂടെ, അവസാനം യാ എന്ന ശബ്ദത്തിലൂടെ ഏത് ഭയം ഇല്ലാണ്ടാവണു? ശിവക്ഷേത്രത്തിൽ ഇരുന്ന് ഞാൻ പൊതുവിൽ പറയാറുണ്ട്, തമാശയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി, ഒരിക്കലും ഇത് നിന്റെ വിധിയാണെന്ന് പറഞ്ഞ ഒരാളോടും പറയരുത്. എടോ, തന്റെ യോഗ ഇതായിരുന്നു എന്ന് ഭഗവാന്റെ മുമ്പിൽ വല്ലാണ്ട് പറയരുതെന്ന് ഞാൻ പറയാറുണ്ട്. മാർക്കണ്ഡേ എന്ന് പറയുന്ന കുട്ടിക്ക് യോഗ അനുസരിച്ചിട്ടാണെങ്കിലും വിധി അനുസരിച്ചിട്ടാണെങ്കിലും 16 വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ആ 16ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്ന
യമധർമ്മനെ വധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചിരഞ്ജീവിയാക്കിയ പെരുന്നാളത്തപ്പനാണ് അകത്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഇത് തന്റെ വിധിയാണ് എന്ന് പറയരുത്. വിധാതാവ് ഇരിക്കുന്നത് അകത്താണ്. ഭഗവാൻ കാലനെ കൊല്ലണേ മുമ്പ് പറഞ്ഞത്രേ, കാലാ നീ വെറും കാലനാണ്, ഞാൻ മഹാകാലനാണ്. അദ്ദേഹമാണത്. സർവ്വതിന്റെയും ഉടമസ്ഥൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ, ദേവന്മാരുടെ ദേവൻ. ആ മഹാദേവൻ യമഭയം ഇല്ലാണ്ടാക്കും യാ എന്നുള്ള ശബ്ദം കൊണ്ടാണ്. നോക്കൂ, ജനനം തൊട്ട് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതൊരു ഭയത്തെയും തരണം ചെയ്യാൻ എന്തുമാത്രം ജപിച്ചാൽ മതി? പഞ്ചാക്ഷരം മാത്രം ജപിച്ചാൽ മതി. നമഃശിവായ ചൊല്ലുക. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ജപിക്കാൻ സാധിക്കും നമഃശിവായ എന്നാ പറയാ ആചാര്യന്മാർ. രാവിലെയാണോ രാത്രിയാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഈവൻ എപ്പോ ജപിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവന്റെ പ്രത്യേകമായിട്ട് മഹാദേവനെ ആരാധിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഏതാ? എപ്പോഴും ആരാധിക്കാം, എങ്കിലും ഭഗവാൻ ഏറ്റവും ഇഷ്ടം പ്രദോഷം ആണ്. സന്ധ്യാസമയത്ത് നമഃശിവായ എന്നുള്ള മന്ത്രം നമ്മളെ കൊണ്ട് സാധിക്കുന്നത്ര നമുക്ക് ചൊല്ലാൻ സാധിക്കണം എന്നാണ്. അങ്ങനെയുള്ള ആ പെരുന്നാളത്തപ്പന്റെ ആ രൂപം നമുക്ക് നാമത്തിലൂടെ വേണം രൂപത്തിലെത്താനാണ്. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ലഡ്ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കാൻ എളുപ്പമാണ്. ബ്രഹ്മം എന്ന് പറയുമ്പോൾ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ശിവൻ എന്ന് പറയുമ്പോൾ ആ രൂപത്തെ നമുക്ക് സങ്കല്പിക്കാം. ഇപ്പൊ നവീനൊക്കെ പാടി നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ ഭഗവാന്റെ രൂപം. നാഗഭൂഷിതനായിട്ടുള്ള ചന്ദ്രശേഖരനായിട്ടുള്ള ആ ഭഗവാനെ കീർത്തിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനം വൈഷ്ണവോടെ വായിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കീർത്തനാണ്. ഒപ്പം പാടാനുള്ള ആളുകൾക്ക് പാടാം, കൈതട്ടാവുന്ന ആളുകൾക്ക് കൈതട്ടാം, മുമ്പിൽ വന്ന് ഡാൻസ് കളിക്കുന്ന ഡാൻസ് ചെയ്യാം. നോക്കൂ, ഭഗവാൻ നടരാജനാണെന്നാണ് പറയുക അല്ലെ. നൃത്തത്തിന്റെ ഈശ്വരനാണ് ഭഗവാൻ, സംഗീതത്തിന്റെ ഈശ്വരനും ഭഗവാനാണ്. ഭഗവാന്റെ കയ്യിലുള്ള ഡമരു, ഉടുക്ക് അല്ലെ. പൊതുവിൽ പറയാറുണ്ട് നമ്മുടെ ഈ ശരീരത്തിലെ 6 ചക്രങ്ങളുണ്ടല്ലോ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. അതിൽ ഈ വിശുദ്ധിയും ഇവിടെ അനാഹതം, ഈ 2 ചക്രങ്ങളിലും മഹാദേവന്റെ സാന്നിധ്യം പറയാനുണ്ട്. ഒരു മഹാത്മാവ് ഒരിക്കലും പറഞ്ഞു, ഈ അനാഹത ചക്രത്തിനകത്തിരിക്കുന്ന ശിവൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡമരു, ഉടുക്ക് അതെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കുന്നത് അത്ര സ്റ്റെസ്കോപ്പ് വയ്ക്കുമ്പോ ഡും 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 എന്ന് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ എന്തേ ഉള്ളൂ? ഭഗവാനെ അടുത്തൊന്നും കൊട്ട് നിർത്തരുതേ. അങ്ങ് എപ്പോ കൊട്ട് നിർത്തുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് പോരാവും. അതുകൊണ്ട് ആ ഭഗവാനെ സ്തുതിക്കുന്ന ഒരു കീർത്തനം പെരുന്നാളത്തപ്പന്റെ മുമ്പിൽ വെച്ച് വായിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഭാഗമാവാം. അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. നാരായണ. ഗുരുവായൂർ പോകുമ്പോഴാണെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയണേ. ഉറപ്പായിട്ടും എത്ര പേര് ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരപ്പനെ ക്യൂ നിന്ന് തൊഴുത്, അകത്ത് കയറി ഗണപതി ഭഗവാനെ തൊഴുത്, പുറത്തിറങ്ങി അയ്യപ്പസ്വാമിയെ തൊഴുത്, പ്രദക്ഷിണം വെച്ച് പ്രസാദം വാങ്ങുന്ന സമയത്ത് എടത്തരികത്ത് കാവ് ഭഗവതിയെ തൊഴുത്, ആ ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കുമ്പോ അങ്ങോട്ട് നോക്കിയിട്ട് അവിടെയാണ് മമ്മിയൂരപ്പനെ കാണാതെ ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? കഴിഞ്ഞു പോകും. സ്വാഭാവികം, ഞാൻ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം പണ്ട് ഞാൻ തന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു സന്തോഷം വരുമ്പോൾ, ഒരു ആപത്ത് വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ എപ്പോഴും ഒരു തവണയെങ്കിലും എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുമലിൽ ഒരു കൈ വന്ന് വീഴും ഉറപ്പായിട്ട് വിശ്വസിച്ചോളൂ എന്ന് പണ്ട് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ആ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള അർഹത നമുക്ക് ഉണ്ടാക്കി തന്നത് ഈ ഇരിക്കുന്ന പെരുന്നാളത്തപ്പനാണെന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ മമ്മിയൂരപ്പനാണെന്നുള്ള ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ഗുരുവായൂരിനെ തെരഞ്ഞെടുത്ത ഗുരുവും വായുവും അതിനൊറ്റ കാരണമേ അത് നിശ്ചയിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവിടെ ലാൻഡ് ചെയ്തു? ഒറ്റ കാരണമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഗുരുവായൂരപ്പൻ കൃഷ്ണൻ തന്റെ സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന
ദ്വാരകയിൽ ഉണ്ടായിരുന്ന ആ വിഗ്രഹം ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഗുരുവായൂരത്തിന്റെ പ്രാധാന്യം, മറിച്ച് അവിടെ മഹാദേവന്റെ പാദസ്പർശം ഉണ്ടായിട്ടുള്ള മണ്ണാണത് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് അവിടെ ഇറക്കിയത്. മഹാദേവന്റെ ഒരു പാരമ്പര്യമാണ്. ആവശ്യമുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ അദ്ദേഹം എല്ലാവർക്കും കൊടുത്ത് ആർക്കും വേണ്ടാത്തത് അദ്ദേഹം സ്വീകരിക്കുന്നതാണ്. പാലാഴി കടഞ്ഞ സമയത്ത് ലക്ഷ്മിയും ഉച്ചൈശ്വാസം എന്നുള്ള കുതിരയും ഐരാവതവും അമൃതും വന്നപ്പോ ആൾക്കാർ ഓടുകയായിരുന്നു, ഞങ്ങൾക്ക് വേണമെന്നുണ്ട്. ഹലാഹലം കാളകൂടെന്ന് പറഞ്ഞ വന്ന സമയത്തും ഓടുകയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അതിനെ സ്വീകരിക്കാൻ പ്രപഞ്ചത്തിൽ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. തന്റെ സുരക്ഷിതത്വം പോലും നോക്കാതെ ഈ പ്രപഞ്ചത്തിന്റെ സുരക്ഷിതത്വം നോക്കി ഭഗവാൻ എന്നാണ് നമ്മൾ പറയുക. കഥയൊക്കെ പറയുമ്പോൾ ഭഗവാൻ സുരക്ഷിതത്വം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് വിഷം പോലും എടുത്ത് പാനം ചെയ്ത ഒരു ഭഗവാൻ, അദ്ദേഹത്തെയാണ് ദിവസവും ചെന്ന് തൊഴാനുള്ള ഭാഗ്യം ഈ ഭാഗത്ത് ജനിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്താണെന്ന് തോന്നുന്നു ആ പ്രഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ട് കുറെ ആൾക്കാർ കേട്ടു. എന്നോട് പറഞ്ഞു, സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എപ്പോഴും ഉയർത്തിപ്പിടിക്കുക. മഹാക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പോകണം, ഒരു തർക്കമില്ല. ഞാൻ ആഴ്ചക്കാഴ്ച ഗുരുവായൂർ പോകുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഗുരുവായൂർ എപ്പോഴൊക്കെ പോകുന്നുണ്ടോ ആ പോകുന്നതിന് മുമ്പായിട്ട് വണ്ടി ഒന്ന് നിർത്തി എന്റെ തിരുമാന്താമതിൽ അമ്മയെ കണ്ട, അമ്മേ ഞാൻ പോയിട്ട് വരാം, സന്തോഷമായിട്ട് എന്റെ കുട്ടി ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് പോകാറുള്ളൂ. അവനവന്റെ നാട്ടിലെ ക്ഷേത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരം. എന്താപത്ത് വന്നാലും ആദ്യം നമുക്ക് ഓടിച്ചെല്ലാൻ സാധിക്കുക നമ്മുടെ ക്ഷേത്രത്തിലാണ്. അതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് ഓരോരുത്തരുടെയും ധർമ്മം. ഇവിടെ ഒരു ശിവക്ഷേത്രം തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാനിത് പറയുന്നത് ദേഷ്യം തോന്നരുത്, ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും തിങ്കളാഴ്ച മാത്രം വന്നിട്ട് എന്നെ കണ്ടാൽ മതി എന്ന്. ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും പ്രദോഷത്തിന് മാത്രം ഇത് പോന്നോളൂ, ഞാനിവിടെ ഉണ്ടാവും. ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും തിരുവാതിര മാത്രമാണ് എനിക്ക് ഏറ്റവും ക്യാമ്പപ്പെട്ട ദിവസം. അച്ഛനെയും അമ്മേനെയും എന്നും ചെന്ന് കാണുന്നതാണ് അച്ഛനമ്മയ്ക്ക് ഇഷ്ടം. തന്റെ മക്കൾ വന്ന് തന്നെ കാണുമ്പോൾ അച്ഛനമ്മയ്ക്ക് ഉണ്ടാവുന്ന സന്തോഷം. നിങ്ങളൊക്കെ അമ്മമാരാണ്, അച്ഛന്മാരായിട്ടുള്ള ആൾക്കാരുടെ, എനിക്ക് കുട്ടികളായിട്ടുള്ള എനിക്ക് ആ സന്തോഷം അറിയാൻ പോകണമെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷമില്ലേ? അവരൊന്നും തന്നില്ലെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് അച്ഛാ അമ്മേ സുഖാണോ, മരുന്നെന്തെങ്കിലും വേണോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട്. ആ സംതൃപ്തി നമ്മൾ ഭഗവാൻ കൊടുക്കുക. പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക നമ്മളെ കാണുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും സാധിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ വന്ന് ഭഗവാനെ തൊഴാൻ നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് അത് ശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിനക്ക് എന്താപത്ത് വന്നാലും പെരുതിനകത്തപ്പൻ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ഭാവിയിൽ ഡിപ്രഷനോ ലഹരിയുടെ പ്രശ്നങ്ങളോ ഒന്നും ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് ഉറപ്പുണ്ടാവും, എനിക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനും എന്റെ കൂടെ എന്റെ ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ടാവും. ഒരിക്കലും അവർ എവിടെ ഹുക്കിൽ ഷാള് കുരുക്കണം എന്ന് ആലോചിക്കില്ല. കാരണം അവർക്ക് ഉറപ്പുണ്ട്, എന്റെ കൂടെ ഇരിക്കുന്ന ഭഗവാൻ എന്നെ ഈ വിഷമത്തിൽ നിന്നും രക്ഷിക്കുന്നുള്ള ബോധ്യം അവർക്കുണ്ടാവും. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു കീർത്തനാണ് ഇവിടെ ആദ്യം വായിച്ചത്. ഇത് ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി. ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള കാര്യം, ഇന്നും ഈ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പനെ നമുക്ക് തന്ന മമ്മിയൂരപ്പനാണെങ്കിലും പല ആളുകൾക്കും ഒരു ശങ്ക ഉണ്ട്, വിഷ്ണു ആണോ ശിവനാണോ കേമത്തരം കൂടുതൽ, അല്ലെ? ശിവനാണോ വലുത് വിഷ്ണു ആണോ വലുത് എന്നുള്ള അടി ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇന്നത് വേറൊരു രീതിയിൽ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്ക് വലിയ വിഷമമുണ്ട്. കേരളത്തിലേക്ക് ആ ഒരു സംസ്കാരം ഇന്ന് പതുക്കെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതും വളരെ ജാഗ്രതയോടുകൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണണം. ഞാൻ പൂനെയിൽ പോയ സമയത്ത് ഒരു വീട്ടില് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പൊ അവിടെ ഉള്ള ഒരു കുട്ടി, ഒരു 8 വയസ്സ് 9 വയസ്സ് പ്രായം ഉണ്ടാവുമല്ലോ. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു, ഏട്ടാ യൂസ് ടു സീ യുവർ റീൽസ്, എന്റെ വീഡിയോ കാണാറുണ്ട്, ഐ ലവ് യു ടോക്കിംഗ് അബൌട്ട് ലോർഡ് കൃഷ്ണ, കൃഷ്ണനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, മോനെ സന്തോഷം, ഗുരുവായൂരപ്പൻ അനുഗ്രഹം, അത്രേ പറഞ്ഞോളൂ. ഈ പറഞ്ഞ ഉടനെ കുട്ടി എന്റെ ഫോണിലേക്ക് നോക്കിയപ്പോ എന്റെ ഫോണിന്റെ വാൾപേപ്പർ ഏറ്റുമാനൂരപ്പന്റെ ഒരു ഫോട്ടോ ആയിരുന്നു. ആ സമയത്ത് കുട്ടി കൈ ചൂണ്ടിയിട്ട് ഫോൺ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഏട്ടാ ഹൂ ഇസ് ദിസ്? ഞാൻ പറഞ്ഞു, ഇതാണ് മഹാദേവൻ. ഉടനെ ആ കുട്ടിയുടെ നെറ്റി ഒന്ന് ആ പുരകൾ കൂടി ഒന്ന് വളയണതാ കണ്ടത്.
മഹാദേവൻ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയോട് ചോദിച്ചു ശിവ. ആ അതെ ശിവൻ. അടുത്ത ചോദ്യം ആ കുട്ടിയുടെ വായിൽ നിന്ന് വന്നത് എന്താണെന്ന് അറിയാം? വൈ യു ആർ വർഷിപ്പിംഗ് ശിവ എന്നായിരുന്നു. എന്നുവെച്ചാൽ നിങ്ങൾ എന്തിന് ശിവനെ ആരാധിക്കുന്നു എന്ന് 9 വയസ്സുള്ള ഒരു കുട്ടി എന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു മോനെ എന്താണ് മഹാദേവനെ ആരാധിച്ച പ്രശ്നം? മഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ രക്ഷിതാവല്ലേ, അദ്ദേഹമല്ലേ നമുക്കുള്ളൂ. ഉടനെ ആ കുട്ടി പറഞ്ഞ വാക്ക് ഇവിടെ ഭഗവാൻ മുമ്പിൽ ഞാൻ പറയുന്നില്ല. ശിവ ഈസ് എ സംതിങ്, ഒരു ബാക്ക്വേർഡ് ആണ്. എനിക്ക് 100% ഉറപ്പായിരുന്നു 8 വയസ്സ് 9 വയസ്സുള്ള കുട്ടി സ്വയം ഇത് പറയില്ല. അവനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് അവൻ പറയുന്നത്. നിനക്കിത് ആരാണ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഉടനെ തന്നെ ഇത് ഞങ്ങൾക്ക് ഭാഗവത ക്ലാസ് എടുക്കണ ഗുരുജി പറഞ്ഞെന്നാണ്. ഇവിടെ വെച്ച് ഭഗവാൻ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, മഹാദേവനെ ദ്വേഷിക്കുന്നവരുടെ പുറകെ ഗുരുവായൂരപ്പനുണ്ടാവും. ഓർത്തു വെച്ചു. മഹാദേവനെ ദ്വേഷിക്കുന്ന ഒരാളോടും ഗുരുവായൂരപ്പൻ ക്ഷമിക്കില്ല. തിരിച്ചും നിങ്ങൾ വിഷ്ണു ഭക്തി ഇങ്ങനെ കൂടി 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 വിഷ്ണുവിനെ ഇങ്ങനെ സന്തോഷിപ്പിക്കാന്ന് കരുതി ശിവനെ താഴ്ത്തിയാൽ അത് ആത്യന്തികമായിട്ട് ഏറ്റവും കൂടുതൽ ക്രോധം ഉണ്ടാക്കുക വിഷ്ണുവിന് തന്നെയാണ്. തിരിച്ചും കാരണം ഇതിനെ രണ്ടായിട്ട് കാണാതെ ഒന്നായി കാണാൻ പഠിപ്പിച്ച ഒരു മഹാത്മാവ് ജനിച്ച സ്ഥലം കൂടിയാണ് എറണാകുളം ജില്ല, ശങ്കര ഭഗവത്പാദം. അദ്ദേഹമാണ് നമ്മളെ പഠിപ്പിച്ചത് ശിവനും വിഷ്ണു ഒന്നാണ്. നിങ്ങൾ എത്ര പേര് തമിഴിൽ പൊന്നിയൻ സെൽവൻ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മണിരത്നം സംവിധാനം ചെയ്ത, അതില് തമിഴിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സൂര്യ, അദ്ദേഹത്തിന്റെ അനുജൻ കാർത്തി ഒരു പ്രത്യേക ഭാഗത്ത് ശിവനും വിഷ്ണു ആണോ വലുതെന്ന് പറഞ്ഞ് തല്ലുകൂടുന്ന രണ്ടുപേരെ പിടിച്ചു മാറ്റിയിട്ട് ഒരു പ്രോവർബ്, ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട് തമിഴിലെ. ഏതറിയൂ? ഹരിയും ഹരൻ. ഈ പാട്ട് ഇപ്പൊ വൈഷ്ണവ് വായിച്ചല്ലോ. ഈ പാട്ടിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ ആ വരി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കണം. ഖൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ എന്നാണ് ഒരു ഭാഗത്ത് പറയണത്. അടുത്ത വരിയില് ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനു നീനെ എന്നാണ് ആ പാട്ട്. നിങ്ങൾ കേട്ടുക. ഒന്നാമത്തെ സ്റ്റാൻസിൽ പറഞ്ഞത് ഖൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ എന്നാണ്. വൈഷ്ണവര് സാധാരണ രുദ്രാക്ഷം ഉപയോഗിക്കില്ല, തുളസിമാലയൊക്കെ ഉപയോഗിക്കുക. വൈഷ്ണവര് സാധാരണ ഭസ്മം ഉപയോഗിക്കില്ല, കളഭവും ചന്ദ്രമാണ് ഉപയോഗിക്കുക. ലോകത്തിൽ ഒരു വൈഷ്ണവൻ മാത്രമേ രുദ്രാക്ഷം അണിഞ്ഞിട്ടുള്ളൂ. ലോകത്തിൽ ഒരു വൈഷ്ണവൻ മാത്രമേ ഭസ്മം ധരിച്ചിട്ടുള്ളൂ. അവനാണ് പരമനായിട്ടുള്ള വൈഷ്ണവൻ. അത് അങ്ങാണ് മഹാദേവ എന്ന ആ പാട്ടിന്റെ അർത്ഥം. ആ പാട്ട് കേൾക്കുമ്പോ ചിന്തിക്കണം, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ മഹാദേവനാണ്. തിരിച്ചും കഴിഞ്ഞിട്ടില്ല. അടുത്ത വരിയില് ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനു നീനെ എന്നാണ്. ഗരുഡന്റെ പുറത്തേറി സഞ്ചരിക്കുന്ന ആ മഹാവിഷ്ണുവിന്റെ പ്രാണപ്രിയനായിരിക്കുന്നതും അങ്ങാണ് ഭഗവാനെ. ആ ഭഗവാനെയാണ് നിങ്ങൾ അകത്തുപോയി തൊഴുന്നത്. നിങ്ങൾക്ക് ഗുരുവായൂർ ഡെയിലി പോയി തൊഴാൻ പറ്റില്ലെങ്കിൽ, എറണാകുളത്തപ്പനെ ഡെയിലി പോയി തൊഴാൻ പറ്റില്ലെങ്കിൽ എന്തിനു വിഷമിക്കണു? ഇവിടെ വന്ന് വേദനാഥപ്പനെ തൊഴുക. അദ്ദേഹത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഭേദഭാവം തോന്നില്ല. ശിവനെയും വിഷ്ണുവിനെയും രണ്ടായി കാണാൻ ജീവിതത്തിൽ സാധിക്കില്ല. 2, ഒരു കാരണവശാലും ദയവായി അദ്ദേഹത്തെ ഭയക്കാതിരിക്കുക. ഇന്ന് ശിവനെ എല്ലാവരും സ്നേഹിക്കുകയാണോ ചെയ്യുന്നത്, ബഹുമാനിക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും ഭഗവാനെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹിക്കുന്ന കാറ്റഗറി രണ്ടാമത്തേക്ക് മാറി. പല ആൾക്കാരും പറഞ്ഞും പേടിപ്പിച്ചും നമ്മളെ വെച്ചിരിക്കുകയാണ്. ഭഗവാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് കണ്ണു തുറക്കും, കത്തിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചൂലെടുത്തറിയും. ഭഗവാനെ വിളിക്കുന്ന ക്ഷിപ്രകോപി അല്ലെ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരുന്ന ആള്. അതുകൊണ്ട് ഗുരുവായൂരപ്പനോട് നിങ്ങൾ കാണിക്കുന്ന ലൈസൻസ് നിങ്ങൾ ആരോട് കാണിക്കണില്ല? അത് പാടില്ല എന്നാ. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് നടക്കാം, കൊഞ്ചിക്കാം, വെണ്ണ കൊടുക്കാം. മഹാദേവൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടുള്ള ഭക്തിയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നല്ലോ. ഒറ്റൊരു ഭാഗം പറഞ്ഞ് മാത്രം ഞാൻ അവസാനിപ്പിക്കാം. വൈഷ്ണവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വായിക്കും. എത്ര പേര് ശ്രീകാളഹസ്തിയിൽ പോയിട്ടുണ്ട്? ശ്രീകാളഹസ്തിയിൽ ഇരിക്കുന്ന വായുലിംഗം അല്ലെ? ഭഗവാന്റെ വായുലിംഗമാണ് ശ്രീകാളഹസ്തിയിലുള്ളത്. അതിന്റെ ആ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം, ശ്രീ എന്നുള്ള ശബ്ദം കൊണ്ട് ഒരു 8 കാലി, കാല എന്നുള്ള ശബ്ദം കൊണ്ട് ഒരു പാമ്പ്, ഹസ്തി എന്നുള്ള ശബ്ദം കൊണ്ട് ആന. ഇവര് 3 പേരാണ് അമ്പലം ഉണ്ടാക്കിയത്. പക്ഷെ ആ അമ്പലത്തിന്റെ കേൾവി പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചത് ഒരു വേടനാണ്, ഒരു കാട്ടാളനാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ണപ്പൻ എന്ന് വിളിക്കാതെ.
അദ്ദേഹം ഈ ശിവലിംഗത്തിനോട് അത്യധികം പ്രേമം തോന്നിയിട്ട് ആ ശിവലിംഗത്തെ പൂജിച്ചതിനെ കുറിച്ച് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധാര കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയ പാത്രത്തിൽ ഓട്ട വന്ന് വെള്ളം മുഴുവൻ ചോർന്നു പോയപ്പോ, കയ്യിൽ വെള്ളം കോരി ഒഴിക്കാൻ വേണ്ടി ഓടിപ്പോയി വെള്ളം മുഴുവൻ ചോർന്നു പോയപ്പോ വായിൽ നിറയെ വെള്ളം എടുത്തിട്ട് ശിവലിംഗത്തിലേക്ക് നീട്ടി തുപ്പി, ഭഗവാനെ എന്റെ ധാര അങ്ങ് സ്വീകരിക്കണേ എന്ന് നിഷ്കളങ്കമായിട്ട് പറഞ്ഞ കണ്ണപ്പൻ. ഏത് ശിവൻ കത്തിച്ചു മൂപ്പനെ? എവിടെയെങ്കിലും ഭഗവാൻ വന്ന് ഉണ്ടോ? അദ്ദേഹം വേട്ടയാടി കൊണ്ടുവന്ന മാംസം ഭഗവാന് നേദിച്ചു. അദ്ദേഹം വേറൊന്നും കൊടുക്കാണ്ടായിരുന്നില്ല, പാൽപ്പായസം കൊടുക്കാണ്ടായിരുന്നില്ല. ഭഗവാൻ ഹാപ്പി ആയിട്ട് കഴിച്ചു. ഒരു പുഷ്പാഞ്ജലി കഴിക്കാൻ അറിയില്ലായിരുന്നു. പുറകിലെ പിടിച്ച് മരം പിടിച്ച് കുലുക്കി, കുറെ കൂടത്തിനെ വീണു. ഭഗവാനെ ഇത് അങ്ങേക്കുള്ള പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞു. ഭഗവാൻ എവിടെയാണ് ഒരു ഭേദഭാവം കാണിച്ചത്? നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം വന്ന സമയത്ത് ഒരു കണ്ണിൽ നിന്ന് ചോര വന്നു. കണ്ണപ്പൻ പറഞ്ഞു, നിനക്കില്ലാതെ കണ്ണ് എനിക്കെന്തിനാണ് ശിവനെ എന്ന് പറഞ്ഞ് സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിച്ച് എടുത്തു കൊടുത്തു. കുറച്ച് കഴിയുമ്പോ രണ്ടാമത്തെ കണ്ണെന്ന് ചോര വന്നു. കണ്ണപ്പൻ ചിരിക്കത്ര ചെയ്തു. നീ എന്റെ കൂടെ കളിക്കുകയാണോ ശിവനെ? രണ്ടാമത്തെ കണ്ണ് വേണമെങ്കിൽ ചോദിച്ചാ പോരെ? ഇങ്ങനെ തമാശ കളിക്കണമെന്ന് കരുതി രണ്ടാമത്തെ കണ്ണും കുത്തിപ്പൊട്ടിക്കാൻ പോയ സമയത്ത് കൈ പുറകിലേക്ക് വലിച്ചു. അത് കണ്ണു കൊടുക്കാൻ മടിയുണ്ടായിട്ടല്ല. ഈ കണ്ണും പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ണെടുത്ത് നിനക്ക് എവിടെ ഫിറ്റ് തരും? ഇതിന്റെ സ്ഥാനം പറയണല്ലോ, മൂക്കിന്റെ അവിടെ കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അടയാളം പിടിക്കുന്നുണ്ട് ശിവനെ എന്ന് പറഞ്ഞ് ഇടത്തെ കാല് പൊക്കിയിട്ട് ഇടത്തെ കാലിലെ തള്ളവിരല് കണ്ണിന്റെ മുകളിൽ ചവിട്ടി പിടിച്ചു കണ്ണപ്പൻ. എന്നിട്ട് സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് ആ അടയാളം പിടിച്ച കാലിന്റെ ഭാഗത്ത് കൊണ്ടുവച്ചു. ശിവലിംഗത്തിൽ ചവിട്ടി കണ്ണപ്പൻ. ഏത് ശിവൻ മൂന്നാമത്തെ കണ്ണ് തുറന്ന് കത്തിച്ചു? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞ മോനെ, നിന്നെ പോലെ ഭക്തനെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല എന്ന്. അതാണ് ശിവൻ. ആരെങ്കിലും നിങ്ങളെ ഭഗവാനെ ഭയക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ കാശ് കൊടുത്ത് വിടുക. എന്റെ അച്ഛനെ ഞാൻ എന്തിനു ഭയക്കണം എന്ന് തിരിച്ചവരോട് ചോദിക്കുക. അച്ഛൻ ശിക്ഷിക്കും, അച്ഛൻ നശിപ്പിക്കില്ല. അത്രേ ഉള്ളൂ. അമ്മ ശിക്ഷിക്കും, അമ്മ നശിപ്പിക്കില്ല. നമ്മുടെ ഒരു ഈശ്വരന്മാരും നമ്മളെ നശിപ്പിക്കില്ല. നമ്മളെപ്പോഴും സംരക്ഷിക്കുന്നവരാണ് അവർ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, ഈ താറാക്കൂട്ടങ്ങളെ കൊണ്ട് വരും. അപ്പൊ ഈ താറാക്കൂട്ടങ്ങൾ ഒരു ലൈനിൽ ഇങ്ങനെ പോകുമ്പോ ചില താറാവോട് അവർക്കൊരു ക്രൈസാണ്, കുറച്ച് അങ്ങോട്ട് പോവാം കരുതിയിട്ട് കുറച്ച് അങ്ങോട്ട് പോകും. ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വലിയ വടി കൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ രണ്ട് തട്ട് കൊടുക്കും. അപ്പൊ അത് വീണ്ടും ഈ കൂട്ടത്തിന്റെ ഇടയിൽ തന്നെ വരും. ഈ തട്ട് കിട്ടിയില്ലെങ്കിൽ വണ്ടി കയറി ചാവും, താറാവും. ഈ തട്ടാണ് ഭഗവാൻ ഇടയ്ക്ക് നമുക്ക് ഓരോ തരുന്നത്. നല്ലതാണത്. കാരണം ഹീസ് കൺസേൺഡ് അബൌട്ട് യു. സന്തോഷിക്കുക. നമ്മളെ കുറിച്ച് ആര് കൺസേൺഡ് ആണ്? ഭഗവാൻ കൺസേൺഡ് ആണ്. നിന്റെ കുട്ടി വഴിതെറ്റി പോകരുത് എന്ന് ഭഗവാൻ തോന്നലുള്ളത് കൊണ്ട് ഭഗവാൻ നമ്മളെ അടിച്ചു. ഭഗവാനോട് നന്ദി പറയുക. എന്നെ തിരുത്താൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഭഗവാനെ എന്ന് പറയാം. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ നിരവധി ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ട്. എങ്കിൽ കേരളത്തിന്റെ മുഴുവൻ ശിവക്ഷേത്രങ്ങളുടെ ഒരു പാരമ്പര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ഉത്സവം ഇല്ലാണ്ട്, എന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഉത്സവം നടത്തുന്ന ഭഗവാനായി, വടക്കുംനാഥനായിട്ട് ഭഗവാൻ തൃശ്ശിവപ്പേരൂരിൽ, പേരിൽ തന്നെ ഭഗവാന്റെ ആ പേരുള്ള സ്ഥലമാണ്. ആ തൃശ്ശിവപ്പേരൂരിൽ ഇരിക്കുന്ന ഭഗവാൻ, കിരാതമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഒരു കീർത്തനം വൈഷ്ണവ് വായിക്കും. അതിനുശേഷം നമുക്ക് ബാക്കി കഥ കേൾക്കാം.
ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഭാവം. ഞാൻ പറഞ്ഞു, പ്രപഞ്ചത്തിന് മുഴുവൻ അച്ഛന്റെ സ്ഥാനം മഹാദേവൻ അലങ്കരിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകൻ ഉദയനാവരത്തപ്പനെ കാത്തു നിൽക്കുന്ന വൈക്കത്തപ്പൻ, അല്ലെ? അന്നദാന പ്രഭുവായിട്ടുള്ള പെരുന്നാളത്തപ്പൻ തന്നെ ആയിട്ടുള്ള വൈക്കത്തപ്പൻ. ഞാൻ പറഞ്ഞിരുന്നു, ഭഗവാനെ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് നിങ്ങൾക്കൊരിക്കലും ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നില്ല. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഒരു ഭസ്മത്തിന്റെ ഗന്ധമായിട്ടും എവിടെന്നെങ്കിലുമൊക്കെ ഒരു പഞ്ചാക്ഷരത്തിന്റെ നാദായിട്ടൊക്കെ ഭഗവാൻ സ്ഥിരം ഞാൻ കൂടെ ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ സാക്ഷാൽ മുരുകൻ. ഭഗവാന് ഈ ശിവൻ എന്ന് വിളിക്കപ്പെടുന്ന ചൈതന്യത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ഷിപ്രകോപിയാക്കുന്ന സമയത്ത് നമ്മൾ ആത്യന്തികമായിട്ട് ഭഗവാൻ ഒരു ഈഗോ ചാർത്തി കൊടുക്കുക ചെയ്യുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈഗോ ലവലേശമില്ലാത്തൊരു ചൈതന്യമാണ് ശിവൻ. നിങ്ങളൊക്കെ മറ്റേ പ്രശസ്തമായിട്ടുള്ള സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ വൈരാഗിയാണ്, എന്നെ ആരാധിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ആരാധിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എന്റെ നാമം നിങ്ങൾ ജപിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നവനാണ്, വൈരാഗിയാണ്. അങ്ങനെയുള്ള ഭഗവാന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മകൻ ഉദയനാവരത്തപ്പൻ. ശിവൻ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനാണ്, മഹാദേവനാണ്, പരബ്രഹ്മാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ മഹാദേവന്റെ അച്ഛനെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക അദ്ദേഹം മുരുകന്റെ കൂടെ ഇരിക്കുന്ന സമയത്താണ്. മുരുകന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഭാവമാണ് സ്വാമിനാഥൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബ്രഹ്മാവിന് ഓംകാരത്തിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞപ്പോ ബ്രഹ്മാവിനെ തടവിലാക്കിയ ഭഗവാൻ തന്റെ അച്ഛനോട് താൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുകയും, അച്ഛൻ ഉണ്ണി, ബ്രഹ്മാവ് ഉത്തരം പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തനിക്ക് അതിന്റെ അർത്ഥം അറിയണ്ടേ, തനിക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോ വളരെയധികം കോൺഫിഡൻസോടുകൂടി എനിക്ക് അറിയാം അച്ഛ എന്ന് പറയുകയും, ഞാനത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്റെ മുമ്പിൽ ശിഷ്യനായിട്ടും ഞാൻ അച്ഛന്റെ ഗുരുനാഥനായിട്ടും ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ വലത്തെ ചുമലിരുന്നുകൊണ്ട് ചെവിയിൽ ഓംകാരത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത മുരുകൻ. ഒന്ന് വൈക്കത്തഷ്ടമി സമയത്ത് ഭഗവാൻ ഈ യുദ്ധത്തിന്റെ തന്റെ മകൻ യുദ്ധത്തിൽ ജയിച്ചു വരാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഉപവാസമാണ് ശിവൻ അനുഷ്ഠിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഉദയനാപുരത്തപ്പനെ ഭഗവാൻ പോയി സ്വീകരിക്കുന്നതും അവർ ഒരുമിച്ചുള്ള അല്പസമയത്ത് ഒരു ചർച്ചയും സന്തോഷവും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉദയനാപുരത്തപ്പൻ തിരിച്ചു വീണ്ടും വൈക്കത്ത് പോകുന്ന ഒരു കാഴ്ച ഉണ്ട്. എത്ര പേരത് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. പ്രപഞ്ചം മുഴുവൻ കരയുന്നത് നിങ്ങൾക്ക് കാണാം പോയി കഴിഞ്ഞാൽ. പ്രപഞ്ചം മുഴുവൻ കൂടി നിൽക്കുന്ന ആൾക്കാർ കരയണു, ആനകൾ കരയണു, തിടമ്പടിച്ചിട്ടുള്ള ആൾക്കാർ കരയുന്നു, കോലത്തിന് അലങ്കാരമായിട്ട് നിൽക്കുന്ന ആൾക്കാർ കരയുന്നു, വാദ്യക്കാർ കരയണു, നാദസ്വരമാണ് വായിക്കുക. ദുഃഖകണ്ഠാരി എന്ന് പറഞ്ഞ രാഗം വായിക്കുന്ന സമയത്ത് നാദസ്വരത്തിന്റെ തൊണ്ട പോലും ഇടറുന്നു. ഒരു അച്ഛനും മകനും തമ്മിൽ പിരിയുന്ന ഒരു രംഗം. പ്രപഞ്ചത്തിന്റെ മുഴുവൻ പിതാവാണ് ഭഗവാനെങ്കിലും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകൻ ഇനി അടുത്ത വർഷം തന്നെ കാണാൻ വരുള്ളൂ എന്നറിയുന്ന സമയത്ത് ആ മഹാദേവന്റെ ഉള്ളിലുണ്ടാവുന്ന വികാരങ്ങളെ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരെയൊക്കെ നിങ്ങൾ സാധാരണ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരായിട്ട് കാണും, ശിവനെയും വിഷ്ണുവിനെയും ഭഗവതിയൊക്കെ. അപ്പോൾ അവരനുഭവിക്കുന്ന സന്തോഷം നമുക്ക് അനുഭവിക്കാനും അവരനുഭവിക്കുന്ന സങ്കടം നമുക്ക് അനുഭവിക്കാനും സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആ ഭഗവാൻ തന്റെ അച്ഛന്റെ തനി സ്വഭാവം, അങ്ങനെയുള്ളൊരു മകൻ ഉണ്ടെങ്കിൽ അത് മുരുകനാണ്. പിന്നെ ഒരാളെ കുറിച്ച് ഞാൻ അടുത്തത് പറയാം. അച്ഛന്റെ തനി സ്വഭാവമുള്ള രണ്ടു പേരാണ് മക്കളായിട്ട് എഴുതിയിട്ടുള്ളത്. ഒരാൾ മുരുകൻ, ഒരാൾ നമ്മുടെ സ്വന്തം സാക്ഷാൽ ശ്രീധർമ്മശാസ്താവായിട്ടുള്ള അയ്യപ്പസ്വാമി. രണ്ടുപേർക്ക് ഞാൻ ഇപ്പോഴേ പറയാം, ഷോർട്ട് കട്ടുകളില്ല. ഷോർട്ട് കട്ട് അറിയുന്നുണ്ടെങ്കിൽ ഭഗവാന് ഈ ജ്ഞാനപ്പഴം കിട്ടാൻ ഭഗവാൻ അറിയാത്തതല്ല അച്ഛനെ അമ്മേനെ 3 തവണ ചുറ്റിയാൽ മതിയുന്നു. ഭഗവാൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോയി തിരിച്ചു വന്നപ്പോഴേക്കും കഴിഞ്ഞു. ഭഗവാന്റെ മൈൻഡ് ഇന്നസെന്റ് ആണ്, വളരെ നിഷ്കളങ്കനാണ് മുരുകൻ. നേരെ വാ നേരെ പോ. ആ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്കും ഈ ഭഗവാന്റെ സാക്ഷാൽ മഹാദേവന്റെ പ്രീതി ആത്യന്തികമായിട്ട് ഉണ്ടാവുന്നതാണ്. ശിവൻ ശിവനാക്കി തീർക്കും തന്റെ ഭക്തരെന്ന് പറയാറുണ്ട്. അതുപോലെ
കയറി വരുന്ന ഓരോരുത്തരോടും നിങ്ങളിലുള്ള എന്നെ തിരിച്ചറിയൂ എന്ന് പറയുന്ന രണ്ടുപേരെ നമുക്കുള്ളൂ. എല്ലാരും എന്താ പറയണേ, എങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മൾ അയാളെ കാണാൻ പോണ സമയത്ത് നിങ്ങളിലുള്ള എന്നെ നിങ്ങൾ തിരിച്ചറിയൂ എന്ന് പറയുന്ന രണ്ട് മക്കളാണ് പെരുന്നാളിനുള്ളത്. ഒന്ന് സ്വാമി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തത്വമസി, നമുക്ക് അതിനെ കുറിച്ച് പറയുകയും ചെയ്യാം. രണ്ടാമത്തെ ആള് മുരുകനാ. എന്താ ഭഗവാൻ പറയണേ? കേറി വരുന്ന ആളുകളോടൊക്കെ പണ്ട് പഴം കിട്ടാതെ കുന്നിന്റെ പുറത്ത് കയറി നിന്ന സമയത്ത് സാക്ഷാൽ ജഗദംബിക വന്ന് പറയുന്നുണ്ട്, മോനെ ഒരു പഴം കിട്ടാത്തതിന്റെ പേരിലൊക്കെ നീ പിണങ്ങി വന്നാലോ. ഞാൻ പൂനെ പോയ സമയത്തുണ്ടായ രസകരമായിട്ടുള്ള സംഭവം നിങ്ങളോട് പറയാം. മുത്തശ്ശി, അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്ന മുത്തശ്ശി എന്നെ കാണാൻ വന്നിട്ട് ചോദിച്ചു, ജാസ്മിനെ ഗുരുവായൂരപ്പൻ എന്താ കഴിക്കുക ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ നേദ്യം രാവിലെ ഇങ്ങനെ നെയ്പായസം മലർന്നേദ്യം, പന്തീരടിക്ക് ഉച്ചപൂജയ്ക്കും പാൽപ്പായസവും പാലടയും ഊണ് കഴിക്കും, രാത്രി അപ്പാട ഇത്യാദി. മുത്തശ്ശി ചോദിച്ചു, ഇങ്ങനെ ആത്മകഥം പോലെ പറഞ്ഞു, ദിവസം ഇതൊക്കെ തന്നെ കഴിച്ച ഒരാൾക്ക് മടുക്കില്ലേ? രാവിലെ എണീറ്റ് ഉടനെ പായസം കൊടുക്കുക, മടുക്കില്ലേ? ഞാൻ ചോദിച്ചു, ഇതിപ്പോ അമ്മ എന്നൊക്കെ അത്രയും അറിവുള്ള ആളാണ്, അത്രയധികം നാരായണനാമം ഉപാസിക്കുന്ന ആളാണ്. മുത്തശ്ശിക്ക് പറയുമ്പോ ഞാൻ ആ മടുക്കും അമ്മേ എന്ന് പറഞ്ഞു. അടുത്ത വഴിക്ക് പറഞ്ഞു, ഇന്ന് ഞാൻ മാഗി കൊടുത്തിട്ടുണ്ട്, ഫ്ലേവറൊക്കെ പറഞ്ഞു, സെഷ്വാനോ കൊടുത്തത്. ഞാൻ മാറ്റേണ്ടി വരും, എന്റെ കൃഷ്ണന് മടുപ്പില്ല. അതുപോലെ ആ പഴം കിട്ടാതെ പോയി നിന്ന ഉണ്ണിയോട്, മോനെ വെറും ഒരു പഴത്തിന്റെ പേരിൽ നീ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നോ? യഥാർത്ഥത്തിലുള്ള പഴം നീ തന്നെയല്ലേ എന്നത്ര ചോദിച്ചത്. പഴം നീ തന്നെയല്ലേ എന്ന് ചോദിച്ചത് കൊണ്ട് ആ സ്ഥലത്തിന് പഴനി എന്ന് പേര് വന്നു. കയറി വരുന്ന ആൾക്കാരോടൊക്കെ മുരുകൻ പറയുന്നതും, നിങ്ങൾ ഏത് പഴമാണോ തേടി വരുന്നത് ആ പഴം നമ്മൾ ഓരോരുത്തരും തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ. സ്വാമി അത് ഉപനിഷത് വാക്യായിട്ടുള്ള തത്വമസി എന്ന ഭാഷയിൽ പറഞ്ഞു. സ്വാമിയുടെ സഹോദരൻ അത് സിമ്പിൾ തമിഴില് പഴനി എന്ന പേരുകൊണ്ട് പറഞ്ഞു. അങ്ങനെയുള്ള ആ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി കീർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ കുറിച്ച് അല്ലെ, നമുക്കൊക്കെ, നിങ്ങളൊക്കെ അമ്മമാരും അച്ഛന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മക്കളെ കുറിച്ച് കേൾക്കാന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു സന്തോഷമാണ്. എന്റെ അച്ഛനും അമ്മയൊക്കെ ഞാനിപ്പോ ഏതെങ്കിലും ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ നോക്കുമ്പോ എന്റെ സകല ഫാമിലി ഗ്രൂപ്പിലും എന്റെ ഇന്റർവ്യൂ ആദ്യം ഫോർവേഡ് ചെയ്യുന്ന അച്ഛനാണ്. എല്ലാം കാണട്ടെ. മക്കളെ കുറിച്ച് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. അങ്ങനെയുള്ള ആ മുരുകനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം വൈഷ്ണവ വായിക്കും. ഞങ്ങൾ വേറെ ഒരു വായിച്ചിട്ടില്ല, അത് ആദ്യമായിട്ട് അവിടെ വായിക്കണം. പെരുന്നാളിന് സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു കീർത്തനം വായിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് അതിന്റെ കൂടെ കൂടാ, കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം.
സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ച് നമ്മൾ കേട്ടു. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകൻ. തുടങ്ങിയത് തന്നെ ഭഗവാന്റെ മറ്റൊരു പ്രിയപ്പെട്ട എടപ്പള്ളിയിലിരിക്കുന്ന ഉണ്ണിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഈ ഭഗവാന് മറ്റേ സിനിമയിൽ പറയുന്നല്ലേ, എനിക്ക് ഇനിയൊരു മകനും കൂടിയുണ്ട്. സാക്ഷാൽ നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന അല്ലെ, കേരളത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം പാണ്ഡ്യേശ വംശ തിലകം കേരളേ കേളി വിഗ്രഹം എന്നാണ്. പാണ്ഡ്യന്റെ മകനായിട്ട് ജനിക്കുകയും കേരളത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ സ്വന്തം കുട്ടിയായിട്ട് ഇന്നും അയ്യപ്പ എന്ന് ഒരു തവണ വിളിക്കുമ്പോ ഓടി വന്ന്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 5 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി മുതൽ 99 വയസ്സുള്ള ഒരു മുത്തശ്ശി വരെ അമ്മയായിട്ട് കാണുന്ന ഒരു ചൈതന്യം പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് സ്വാമിയാണ്. അമ്മമാരോട് ഇത്രയധികം ബഹുമാനമുള്ള ഒരു ചൈതന്യം സ്വാമിയെ പോലെ ഞാൻ പറയുന്നത്. പണ്ടൊക്കെ ഭഗവാൻ കാരണവാസനായിട്ടുള്ള ഭഗവാന്റെ ആ സന്നിധാനത്തിലേക്ക് കാണാൻ പോകുന്ന ഭക്തര് അവര് കെട്ടിനിറച്ച് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ നിലവിളക്ക് കത്തിച്ചു വെച്ച്, കിടാവിളക്ക് കത്തിച്ചു വെച്ച് ഭഗവാനെ വിളിക്കത്രേ, ഭഗവാനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ആണുങ്ങൾ ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്, അവരെ കാത്തോണേ. ഇന്നത്തെ പോലെ ട്രാവലറിൽ AC ഓൺ ചെയ്തിട്ട് പമ്പാ ഗണപതി വെച്ച് നമ്മൾ പോവല്ല ആ കാലത്ത് ഉണ്ടായിരുന്നതല്ലോ. ഞാൻ പറയാത്തത്, ഞാൻ ആ കാലത്ത് ജീവിക്കുന്ന ആളാണ്. ആ കാലത്തിനപ്പുറത്ത് ജീവിച്ചിരുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. ആ ശബരിമലയെ കണ്ട ആളുകൾ, ആ സമയത്ത് ഭഗവാനെ കാണാൻ പോകുന്ന ആളുകൾ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ക്കാരുടെ ആക്രമണം ഉണ്ടാവും, വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവും, ദേഹാസ്വസ്ഥ്യം മൂലം പ്രാണം പോവും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് സന്നിധാനത്തെത്തി ആ അറിവിന്റെ 18 പടികളെ താണ്ടി ഭഗവാനെ കാണുന്ന സമയത്ത് ഭഗവാൻ തന്നെ കാണാൻ വന്നൊരു ഭക്തനോട് മനസ്സിൽ തോന്നിക്കത്രേ, സ്വാമി ഇവിടെ വരെ എത്തിയത് സ്വാമി എടുത്തിട്ടുള്ള വ്രതം കൊണ്ടും എന്റെ അനുഗ്രഹം കൊണ്ടും മാത്രമല്ല, സ്വാമിയുടെ വീട്ടിലിരുന്ന് കുറച്ച് പെണ്ണുങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവരുടെ പ്രാർത്ഥന കൂടി ഞാൻ കേട്ടതുകൊണ്ടാണ്. അതാണ് ഭഗവാൻ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനം. നിങ്ങളെ കാണാൻ ഭഗവാൻ ഇങ്ങോട്ട് വരുന്നു മലയിൽ നിന്ന്. നമ്മുടെ നാട്ടിലുള്ള ഓരോ ശാസ്താക്ഷേത്രങ്ങളും നിങ്ങളെ കാണാൻ വേണ്ടി ഭഗവാൻ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു കാരണവശാലും നിങ്ങൾ പറയരുത് ഞങ്ങളെ സ്വാമിക്ക് ഇഷ്ടമല്ല. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വലിയ ദൂരമില്ല, പന്തളത്തേക്ക് പോവുക. പന്തളത്തിൽ പോയിട്ട് അവിടെയുള്ള പന്തളം താവഴിയിൽപ്പെട്ട തമ്പുരാട്ടിമാരോട് പറയാ, നിങ്ങൾ അയ്യപ്പ സ്വാമി എന്തൊരു മനുഷ്യനാണ്, ഞങ്ങൾക്കൊക്കെ ഈ 10 വയസ്സിന് താഴെ 50 വയസ്സിന് മുകളിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പണ്ട് പോയത് ഓർമ്മയില്ല, ഇനി പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങളോടൊക്കെ ഇങ്ങനെ ഒരു ക്രൂരത എന്തിനു അദ്ദേഹം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങളെ നമസ്കരിക്കും. എന്നിട്ട് പറയും, അമ്മയ്ക്ക് 10 വയസ്സിന് മുമ്പ് 50 വയസ്സിന് ശേഷമെങ്കിലും പോവാലോ, ഈ കുടുംബത്തിൽ വന്ന് ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ആ സന്നിധാനത്ത് ഒരു തവണ പോലും ആ പ്രായത്തിന് മുമ്പും ശേഷം പോലും പോകാൻ സാധിക്കില്ല എന്നാണ്. പന്തളം രാജകുടുംബത്തിന് താവഴിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പ്രവേശനമില്ല. എന്നാ ഭഗവാൻ നെപ്പോട്ടിസം കാണിക്കണ്ടേ, എന്റെ ആൾക്കാർ വന്നോട്ടെ, ബാക്കിയുള്ളവർ പോണ്ട, ഏർപ്പാടുണ്ടോ? എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വാമി എന്ന് വിളിക്കുന്നത്. സമമായിട്ട് കാണുന്നവൻ കൂടിയാണ് സ്വാമി. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വൈഷ്ണവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വായിക്കും. ഭഗവാന്റെ ആരാണ് ഈ മാളികപ്പുറത്തമ്മ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് പലപ്പോഴും. ഈ വൃശ്ചികമാസക്കാലത്ത് ഒരു പ്രഭാഷണം കഴിഞ്ഞ സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു പെൺകുട്ടി, അവള് ഗുരുവായൂരപ്പന്റെ പരമഭക്തിയാണെന്ന് എനിക്കറിയാം. ആ കുട്ടി വളരെ ന്യായമായിട്ടാണ് സംശയം ചോദിച്ചത്. അയ്യപ്പസ്വാമി ത്രികാലജ്ഞാനി അല്ലേ ഏട്ടാ? ഓഫ് കോഴ്സ്, ഭഗവാൻ പരബ്രഹ്മാണ് മോളെ, ത്രികാലജ്ഞാനിയാണ്. ഉത്തരം. ഉടനെ അടുത്ത ചോദ്യം, അങ്ങനെ ത്രികാലജ്ഞാനിയായിട്ടുള്ള ഭഗവാന് വർത്തമാനം അറിയാമായിരിക്കുമല്ലോ, ഭൂതം അറിയാമായിരിക്കുമല്ലോ, ഭാവി അറിയാമായിരിക്കുമല്ലോ? ഉറപ്പായിട്ടും അറിയാം. വീണ്ടും ചോദ്യം, അങ്ങനെയുള്ള ഭഗവാൻ എന്തിനാണ് ഏട്ടാ നടക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തത്, ആരും വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം? കന്യകന്മാരുമാണെന്ന് എന്നെ കാണാൻ വരാത്ത കാലത്ത് ഞാൻ നിന്നെ വേലി കഴിച്ചോളാം. പിന്നെ കഴിഞ്ഞില്ല, പിന്നെ നമ്മൾ അതിനെ ഇങ്ങോട്ട് വിപുലീകരിക്കുകയാണ്. പിന്നെ അവിടെ കഥ വരുന്നത് മകരവിളക്ക് കാലത്ത് അവസാന ദിവസം മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നു, വാദ്യഘോഷമൊക്കെ ആയിട്ട്. അവിടെ നിന്ന് നോക്കുകയാണ് ഭഗവതി,
അപ്പൊ ദാ കാണുന്നു ശരക്കോഴികൾ നിറഞ്ഞ ശരംകുത്തി. ഈ വർഷവും എന്റെ വിവാഹം നടക്കില്ല എന്ന് മനസ്സിലായ ഭഗവതി ഈ വാദ്യമേളങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് വളരെ ശോകമുഖമായി തിരിച്ചു പോകുന്നു. ഈ കഥയെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കേട്ട ആൾക്കാരുണ്ടാവും. ഈ പെരുന്നാകുളത്തുനിന്ന് ഒരു കന്യാസ്വാമി മാളികപ്പുറത്തമ്മയെ കാണാൻ പോയിട്ട് എന്റെ അമ്മ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ എന്ത് മെന്റാലിറ്റിയിൽ ആ ഭഗവതി ആ വന്ന ആളെ കാണേണ്ടത്? നീ ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ. എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ആളുകളും പ്രചരിപ്പിച്ച കഥകൾ വിശ്വസിച്ച് നമ്മൾ പലരുടെയും വാക്കുകൾ കേട്ട് ഒരു അടിസ്ഥാനമില്ലാത്ത കഥകൾ വിശ്വസിച്ചിരിക്കുന്നത്? അയ്യപ്പസ്വാമിയുടെ കാമുകി സ്ഥാനമുള്ള ദേവതയാണോ മാളികപ്പുറത്തമ്മ? അയ്യപ്പസ്വാമി നമസ്കരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അമ്മയുടെ സ്ഥാനത്തുള്ള ദേവതയാണ് മാളികപ്പുറത്തമ്മ. 1970s ഇറങ്ങിയ ഒരു സിനിമ നമ്മളെ പഠിപ്പിച്ചു, കന്യ അയ്യപ്പന്മാര് വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചോളാം. അതും വിശ്വസിച്ച് നമ്മൾ ഇന്നും ഇരിക്കുകയാണ്. ആത്യന്തികമായിട്ട് നമ്മൾ അതിലൂടെ ആരെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഒരിക്കലും നടക്കാത്തൊരു സത്യം ചെയ്തു കൊടുത്ത ഭഗവാനെ, അല്ലെ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്, ഗുരുസ്വാമിമാരൊക്കെ ഇന്ന് ഒരുപാട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള ഭാവം എന്താണെന്ന് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അവര് നാളെ നിങ്ങളെ ചോദ്യം ചെയ്യും. എന്നോട് ചോദിച്ച പോലെ നിങ്ങളോട് ചോദിക്കും. ദയവായിട്ട് അവരോട് പൊരുത്തം കെട്ടവളെന്നൊന്നും പറയാതിരിക്കുക. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്. ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ഭാവത്തിൽ അവിടെ ഇരിക്കുന്നു. വരുന്ന ആളുകളെ ഭഗവാൻ മുഴുവൻ അമ്മയായിട്ട് കാണുന്നു. ആ സ്ത്രീകൾക്ക് ഭഗവാൻ കൊടുക്കുന്ന ഒരു ആദരവാണ് അവിടേക്കുള്ള ഈ പ്രവേശനത്തിന് പോലും വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന അങ്ങനെ വ്യാഖ്യാനം പറയാറുണ്ട്. എന്ത് തന്നെ ആയാലും ആ ഭഗവാൻ നമ്മുടെ അഭിമാനാണ്. ആരോ എന്തോ ചെയ്തോട്ടെ. എന്താ ദ്വാരപാലകനോ പടിയോ ദണ്ടോ യോഗദണ്ടോ ഓട്ടണം. സ്വർണം പോയോ പോയില്ലെന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വാമി എല്ലാ കാലത്തും അവിടെ നിന്ന് ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുക എന്നാണ്. നമുക്ക് ആത്യന്തികമായിട്ട് ഭഗവാന് വേണ്ടി ഭക്തര് കൊടുത്ത ഭഗവാന്റെ സ്വത്ത് പോയി കഴിഞ്ഞാൽ ഭഗവാൻ അറിയാം എന്താ ചെയ്യേണ്ടത്. അത് ഭഗവാൻ ചെയ്യുന്നുണ്ട്. ശാസ്താവ് എന്നുള്ള പദത്തിന്റെ തന്നെ അർത്ഥം ശാസിക്കുന്നവനും കൂടി ഉണ്ട്, പഠിപ്പിക്കുന്നവൻ. എന്ത് പഠിപ്പിക്കുന്നവൻ? ധർമ്മം ശാസിച്ച് പഠിപ്പിക്കുന്നവൻ. അതുകൊണ്ട് അവൻ ധർമ്മശാസ്താവായി. കാണുന്നവരിലൊക്കെ എന്നെ കാണാൻ പഠിപ്പിക്കുന്ന ഈശ്വരൻ, സ്വന്തം പേരെടുത്ത് തന്റെ ഭക്തർക്ക് കൊടുക്കുന്ന ഈശ്വരൻ. ഒരിക്കൽ എന്നെ കാണാൻ പോയി എന്നെ കണ്ട് ഞാനായി തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് ഞാനായി ജീവിച്ചോളണം എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്ന ഭഗവാൻ. നീരഭിഷേകം കഴിഞ്ഞ് ഭഗവാൻ നമ്മുടെ ആത്മാവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ആ ജീവാത്മാവും പരമാത്മാവും ഒന്നായി കഴിഞ്ഞു. പോകുമ്പോണ്ടായിരുന്ന ശീലങ്ങളും പോകുമ്പോണ്ടായിരുന്ന അവസ്ഥയും പോകുമ്പോണ്ടായിരുന്ന മാനസിക വ്യഥകളും ഒക്കെ മാറ്റിവെച്ച് ശേഷിക്കുന്ന കാലം എല്ലാവരിലും സ്വാമിയെ കാണാൻ സാധിക്കണം. ഞാൻ മറ്റേ ചിന്താവിഷ്ടായ ശ്യാമളയിൽ ശ്രീനിവാസം പോയ പോലെ മരിക്കു പോകണമെന്നല്ല പറഞ്ഞത്. പക്ഷെ ആത്യന്തികമായി സർവ്വതിലും നിറങ്ങിയിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ബോധ്യം ഇരിക്കണം. അപ്പുറത്ത് നിൽക്കുന്നതും സ്വാമി, ഇപ്പുറത്ത് നിൽക്കുന്നതും സ്വാമി, അല്ലെ? ഏട്ട നമ്മൾ പറയാറില്ലേ, സ്വാമി നിന്റെ അകത്ത്, അയ്യപ്പൻ എന്റെ അകത്ത്. എന്റെ ഉള്ളിലുള്ള സ്വാമിയും നിന്റെ ഉള്ളിലിരിക്കുന്ന അയ്യപ്പനും ഒന്ന് തന്നെയാണ്. അതിനേക്കാൾ മുകളിലൊരു വേദന നടക്കുന്നില്ല, അതിനേക്കാൾ മുകളിലൊരു വേദമില്ല. ആ പ്രപഞ്ച സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അതിനാണ് ഭഗവാൻ ആ മലയുടെ മുകളിലിരിക്കുന്നത്. അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ കുറിച്ച് കൂടി സംസാരിക്കാനുള്ളതുകൊണ്ട് സ്വാമിയെ കുറിച്ച് ഓടിച്ച് പറഞ്ഞതാണ്. ഭഗവാനെ കുറിച്ച് പറയാതിരിക്കുക എന്ന് പറയുന്നത് ഭഗവാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മതക്രമമാണ്. ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു അയ്യപ്പസ്വാമിയെ. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വൈഷ്ണവ് വായിക്കും. അതിനുശേഷം ഗുരുവായൂരപ്പന്റെ ടീം വാർത്തകൾ എല്ലാവർക്കും പറയാം.
അങ്ങനെയുള്ള പെരുന്നാളത്തിന്റെ ഉത്സവ സമയത്ത് ഭഗവാൻ തന്റെ ഉത്സവ നാളുകളിലൂടെ കടന്നു പോകുമ്പോ നിത്യോത്സവമുള്ള ഒരാള് ഗുരുവായൂര് ശ്രീകോവിലിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞുള്ളൂ. എത്ര പേര് വന്നിരുന്നു ഗുരുവായൂർ ഉത്സവത്തിന്? കടങ്ങണ എന്നെ കണ്ടിരുന്നു നമ്മളവിടെ കണ്ടല്ലപ്പോ ഇത് ഒരു പരിചയം തോന്നി വിളിച്ച കുതിരപ്പുഴുക്കും കഞ്ഞിയും അല്ലേ? ഞങ്ങളവിടെ പോയപ്പോ ഉത്സവത്തിന് ഒരു ഗുരുവായൂരിന്റെ വിഷ്വലുണ്ടായിരുന്നു. എനിക്ക് ഗുരുവായൂർ കാണാൻ തോന്നി. അപ്പൊ പുറകിലേക്ക് നോക്കിയതാണ്. കുറച്ചൊന്നൊരു വന്നോളൂ. ഗുരുവായൂർ ഉത്സവത്തിന് പോയപ്പോ പള്ളിവേട്ട കഴിഞ്ഞ് പള്ളിവേട്ട ഉത്സവബലി ദിവസം വരെ കഞ്ഞിയുണ്ട്. അപ്പൊ കഞ്ഞി വിളമ്പി പാളപ്ലേറ്റില് പരിചയമുള്ള ആൾക്കാരുണ്ടാവും. പുഴുക്ക് കഞ്ഞിയുടെ മുകളിൽ തന്നെ വിളമ്പി അപ്പുറത്തെ ഇല ഇട്ടിട്ട് അതില് ഉപ്പും ശർക്കരയും തേങ്ങാപ്പൊട്ടും വിളമ്പും. തേങ്ങാപ്പൊട്ടിനും ശർക്കരയ്ക്കൊക്കെ ഇത്ര രുചി ഉണ്ട് എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് ഗുരുവായൂരിന് സാധനം കഴിച്ചപ്പോ. ഒരിക്കലെങ്കിലും നമ്മുടെ മെനു ഒരു ദിവസം ഗുരുവായൂരുള്ള ദിവസം ഉത്സവ സമയത്ത് അപ്പോഴേ കിട്ടുള്ളൂ. നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, പണ്ട് ഞാൻ തന്നെ ഏതൊരു സമയത്ത് ഗുരുവായൂരപ്പന്റെ രാത്രി ശിവേലിയെ കുറിച്ച് പണ്ടൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പന്റെ ഈ രാത്രി ശിവേലി പോയി തൊഴണം. അതുപോലെ ഇനി അടുത്ത കുംഭമാസത്തിലെ പൂയം തൊട്ട് തുടങ്ങുന്ന 10 ദിവസത്തെ ഉത്സവ സമയത്ത് പെരുന്നാളത്തുള്ള എല്ലാവരും ഒരു ദിവസമെങ്കിലും പോയി ഗുരുവായൂരപ്പന്റെ ഉത്സവ കഞ്ഞി കുടിക്കുക. ഗുരുവായൂരപ്പൻ നിങ്ങൾ അടുത്തിരുന്നിട്ട് ആ സ്പൂൺ എടുത്ത് കുടിക്കൂന്നൊക്കെ പറഞ്ഞു കേൾക്കും. പാളപ്ലേറ്റ് ഒക്കെ കഴിയുമ്പോ ഇങ്ങനെ എന്താ കഴിക്കേണ്ടത്, ആ പാളപ്ലേറ്റിലുള്ള ആ പ്ലാവില കൊണ്ടുള്ള സ്പൂൺ കൊണ്ട് എടുത്ത് കുടിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു കേൾക്കാം. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തുമായിട്ട് ഈ അമ്പലത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നോക്കൂ, രണ്ടുപേരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു വില്ലുമംഗലം സ്വാമിയാർ അല്ലെ? ഈ ഭഗവാന്റെ ഉൽപ്പത്തി ഇവിടെ ഉണ്ടാവാനും കാരണം വില്ലുമംഗലാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളായിരുന്നു വില്ലുമംഗലം. നിരവധിയായുള്ള ക്ഷേത്രങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ കൈകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാള് ഇവിടെ അടുത്തുണ്ട്. ആരാത്? ഇത്ര നേരം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞില്ല, ഇനി കുറച്ച് നിങ്ങൾ പറയാൻ. കഴിഞ്ഞ ജന്മത്തിൽ കണ്ണപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാട്ടാളനായിട്ട് ജനിക്കുകയും അടുത്ത ജന്മത്തിൽ എന്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അവിടെ പ്രതിഷ്ഠ നടത്താനുള്ള ഭാഗ്യം ഞാൻ നിനക്ക് തന്ന് അനുഗ്രഹിച്ചോളാം ആ ജഗദംബിക പറഞ്ഞ് കീഴ്ക്കാവില ഭഗവതിയെ അവിടെ പ്രതിഷ്ഠിച്ചതും സാക്ഷാൽ വില്ലുമംഗലം തന്നെയാണ്. ആ വില്ലുമംഗലം അദ്ദേഹം ഇതപ്പോ കഴിഞ്ഞോളൂ. അദ്ദേഹമായിട്ട് നിരവധിയായിട്ട് കഥകൾ കാണിച്ചത് പറയാതെ അല്ലെ? എന്താണ് ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുമ്പോ പലപ്പോഴും തോന്നാറുള്ളതാണ്. അമ്പലപ്പുഴ നാടകശാല സദ്യ ഇപ്പൊ കഴിഞ്ഞു. ആരും പോയിരുന്നു ഇവിടുന്ന്? പോയില്ല. അമ്പലപ്പുഴ നാടകശാലയുടെ പോയുള്ള കഥ എന്താ? വില്ലുമംഗലം ഉത്സവം നടക്കുന്ന സമയത്ത് നാടകശാല സദ്യ ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോയി. ശ്രീകോവിലിൽ പോയി നോക്കിയപ്പോ ഭഗവാനെ കണ്ടില്ല. ഇയാളിപ്പോ എവിടെ പോയി? മറ്റേ നിങ്ങൾ കരുതുന്ന പോലെ ഭഗവാൻ ജഗണത കളിക്കാൻ പോയതൊന്നല്ല. ഇന്നിപ്പോ ഉണ്ണിയേട്ടനായിട്ട് പോയിട്ടുണ്ടെന്നാണ് എല്ലാവരുടെയും ധാരണ. ഒരു കുട്ടിയിലൂടെ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് ബാലാമണ്ണ കല്യാണം നടത്തി കൊടുത്തു. ഞാൻ എത്രയായി പറയണം, എന്റെ അടുത്ത് വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഭഗവാൻ ആവശ്യമുള്ള സമയത്ത് വരും, ഉചിതമായ സമയത്ത് നടപടി ഉണ്ടാവും. ഒരാൾക്കും പോലും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് രണ്ടേ റിക്വസ്റ്റ് ആണ്. ഒന്ന്, നന്ദനം കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ കൊണ്ടുള്ള ശല്യം കഴിഞ്ഞു എന്ന്. ഇപ്പൊ ഈ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നൊരു സിനിമ കൂടെ ഇറങ്ങിയപ്പോൾ കംപ്ലീറ്റ് ആണ്. കല്യാണം കഴിപ്പിച്ച കൃഷ്ണ. അങ്ങനെയുള്ള വില്ലുമംഗലം ഭഗവാനെ കാണാതെ ഇറങ്ങി പുറപ്പെട്ടു. നാടകശാല സദ്യ നടക്കുന്ന സ്ഥലത്ത് പോയ സമയത്ത് തന്റെ ഉത്സവത്തിന് വന്നിട്ടുള്ള വാദ്യക്കാർക്കും മേളത്തിന് പങ്കെടുക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഉള്ള സദ്യയിൽ ഭഗവാൻ നെയ്യ് വിളമ്പിക്കൊണ്ടൊരു ഉണ്ണി നമ്പൂതിരിയായിട്ട് അത് കൂടെ സഞ്ചരിക്കുന്നത് കണ്ടു എന്നാണ്. അപ്പൊ ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ ഓടിപ്പോയി. അന്ന് തൊട്ടിട്ടാണ് നാടകശാല സദ്യ തുടങ്ങിയതാണ്. ഇന്നും ഭഗവാന്റെ നോക്കൂല്ലേ, നമുക്ക് ഞാനൊക്കെ എന്റെ അമ്മയുടെ എത്രയൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഇന്നേ വരെ ഗുരുവായൂരത്തെ രസകാലം പോലത്തെ ഒരു മോര് കൂട്ടാൻ എന്റെ അമ്മ ജീവിതത്തിൽ വെച്ചിട്ടില്ല.
ഉത്സവ സമയത്ത് ഒരു ദിവസം വീട്ടിൽ കൊണ്ടായി കൊടുത്തത് കണ്ട് പഠിക്കുക. അമ്മ ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത്, നമ്മൾ ഇനി ഷെഫ് പിള്ളേരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാലും ഇതേപോലെ ഒന്നും, ഇത് ഗുരുവായൂരപ്പന്റെ പ്രസാദമാണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. നമ്മളത് പ്രസാദമായിട്ട് കഴിക്കുന്നുണ്ട് അല്ലെ? അവിടെ പോകുമ്പോ അന്നലക്ഷ്മി ഹാളിലും. എന്നാൽ ഇത് പ്രസാദം അല്ലാതെ കഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. ആരാത്? ഗുരുവായൂരിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന രീതിയിൽ ഞാൻ കാണുന്നത്, നിങ്ങൾ ഗുരുവായൂർ വരുമ്പോ രാവിലെ നിർമ്മാല്യം സമയത്തൊക്കെ വരിക, റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ബസ് സ്റ്റാൻഡിലും മഞ്ജുളാലിന്റെ പരിസരത്തും ഒക്കെ പുതച്ചുകൊണ്ട് കിടക്കുന്ന കുറെ പാവങ്ങളെ നിങ്ങൾക്ക് കാണാം. ഗുരുവായൂർ പ്രദേശത്ത് എവിടെ നിന്നൊക്കെയോ വന്നവർ, കുറച്ചു കാലം ഗുരുവായൂർ നിൽക്കുന്നവരായിരിക്കാം, എത്രയോ നാൾ ഗുരുവായൂർ നിന്നവർ അല്ലെ? മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ഭാര്യ ഇല്ലാതായി പോയവർ, അനാഥരായിട്ടുള്ളവർ, ഇവരൊക്കെ അവിടെ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നത് കാണാം. എന്താണ് ഗുരുവായൂരപ്പന്റെ യഥാർത്ഥത്തിലുള്ള മഹത്വം എന്ന് ചോദിച്ചാൽ, എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരമ്മയുടെ കഥ ഉണ്ട്. ഞാൻ ഈ ഗുരുവായൂരപ്പനോട് വാശി പിടിച്ച് ഒന്നും വാങ്ങരുത് എന്ന് പറയാൻ വേണ്ടി ഒരു കഥ തപ്പി നടക്കരുത്. അപ്പോഴാണ് ഒരു മഹാത്മാവ് ഒരു കഥ പറഞ്ഞു തന്നത്. ഒരു അമ്മയ്ക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല. അത്ര കുറെ നാൾ കഴിഞ്ഞു. വലിയ ഗുരുവായൂർ ഭക്തയായതുകൊണ്ട് ഗുരുവായൂരപ്പനോട് പോകുമ്പോഴൊക്കെ പറഞ്ഞു, കൃഷ്ണ എത്ര നാളായി ഞാൻ വരുന്നു, ഒരു കുഞ്ഞിക്കാലല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല? ആദ്യമൊക്കെ നല്ല രീതിക്ക് പറഞ്ഞു, പിന്നെ ഗുരുവായൂരപ്പനെ വഴക്ക് പറയാൻ തുടങ്ങി. സ്വാഭാവികം, നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. അവസാനം നമ്മൾ സ്ഥിരം ഭഗവാനോട് എടുക്കുന്ന ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ട്, ദയവായിട്ട് നിങ്ങൾ ആരും അത് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. എന്താ പറയുന്നത്? ഇത് ശരിയാവാതെ മേലാൽ ഞാൻ നിന്നെ വന്ന് കാണില്ല എന്ന് ഒരു കാരണവശാലും ഗുരുവായൂരപ്പനോട് പറയുന്നത്. അതിലും വേണം നിങ്ങൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് മൂപ്പയുടെ ദേഹത്തൂടെ കീറി വരയ്ക്കുന്ന, അത്രയധികം ലക്ഷ്മിച്ചു പാവം. എന്തിനാണ് ഓരോ ദിവസം ഈ ഉച്ചപൂജയ്ക്ക് ഓരോ വേഷം കെട്ടി നിൽക്കുന്നത്? നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അത് കാത്തിക്കുന്നത് പാവം. എന്നെ കാണാൻ വരുന്ന എന്റെ ഭക്തർ എന്നെ കണ്ടിട്ട് അവരുടെ വിഷമം മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ, ഞാൻ എന്ത് കോലം കെട്ടാനും തയ്യാറാന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഓരോ വേഷം കെട്ടി ആ ശ്രീകോവിന്റെ ഉള്ളിലിരിക്കുന്നു പാവം. അതിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്, ഇനി മേലെ ഞാൻ നിന്നെ കാണാൻ വരില്ല എന്ന്. ദയവായിട്ട് ചെയ്യരുത്. അമ്മയും പറഞ്ഞു അതേപോലെ, ഗത്യന്തരം കണ്ട് ഭഗവാൻ ഉണ്ണി കൊടുത്തു, സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ഗുരുവായൂർ പ്രദേശത്ത് അന്നലക്ഷ്മി ഹാളില് ഈ ചോറും രസകാളും വിളമ്പുന്ന ഒരു ചേട്ടൻ അമ്മയ്ക്ക് ചോറ് വിളമ്പി രസകാളം വിളമ്പിയിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഉത്രേ അന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ, എന്നെ കൊണ്ട് നിർബന്ധിച്ച് ജയിച്ചതല്ലേ എന്ന്. ആദ്യം മനസ്സിലായില്ല, അയാൾ വിളമ്പിക്കൊണ്ട് പോയി. ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു. വീട്ടിൽ നിന്ന് ആ ഗുരുവായൂരപ്പൻ കൊടുത്ത മകനും ഭാര്യയും മക്കളും കൂടെ ഗുരുവായൂർ തൊഴാൻ വന്നിട്ട്, അമ്മ ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പായസം വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ. പിന്നെ വന്നിട്ടില്ല, അന്ന് പോയതാ. അതിനാരോടും ചോദിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഇന്ന് ഭഗവാന്റെ ഭക്ഷണം കഴിച്ച അവിടെ താമസിക്കുന്നുണ്ട് ഭാവം. ഭാവം വന്ന് ചോദിച്ചു, അത്രേ ഞാനായിട്ട് തരാതിരുന്നതല്ലേ, എന്നെ ഇന്ന് പിടിച്ചു വാങ്ങിയതല്ലേ, ഞാൻ ഉണ്ടായിരുന്നല്ലോ, എന്നെ എന്തുകൊണ്ട് കണ്ടില്ല? അതുകൊണ്ട് അമ്മമാരെ, നിങ്ങളുടെയൊക്കെ കുട്ടിയാണ്. എനിക്കൊക്കെ ഒരു കൂട്ടുകാരന്റെ സ്ഥാനമേ ഉള്ളൂ. നിങ്ങളൊക്കെ പെറ്റ കുട്ടി, സ്വന്തം കുട്ടി, നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം. ഒരമ്മയുടെ വാത്സല്യം കിട്ടി മതിയായിട്ടുള്ള ഗുരുവായൂരപ്പനെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ജനിച്ച പാടെ സ്വന്തം അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. 10 വയസ്സ് വരെ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മദർ ഇൻ ദ വേൾഡ് സാക്ഷാൽ യശോദ, അമ്മയുടെ കൂടെ 10 വർഷം വീണ്ടും തിരിച്ചു പോകുന്നു. സ്വന്തം അമ്മയെ കണ്ടപ്പോ സ്വന്തം അമ്മ കുട്ടിയായിട്ട് കണ്ടില്ല, ഭഗവാനായിട്ട് കണ്ടു. അതുകൊണ്ട് ഇന്നും നിങ്ങളെ പോലുള്ള അമ്മമാരുടെ അടുക്കളയിലാണ് ഭൂലോക വൈകുണ്ഠം എന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. നിങ്ങൾ ചോറ് വിളമ്പി വെച്ച് ഇത്തിരി തൈര് ഒഴിച്ച് ഇത്തിരി കടുമാങ്ങ കുഴച്ച് 4 ഉരുളുണ്ടാക്കിയിട്ട് ഇത് എന്റെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞ് ധ്യാനിച്ച് നിങ്ങൾ മാറ്റി വെച്ചാൽ ഗുരുവായൂരിലെ ലിറ്റർ കണക്കിന് പാൽപ്പായസം വേണ്ടാന്ന് വെച്ച് നിങ്ങളുടെ അടുക്കളയിൽ പെറ്റി ഇറക്കും ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ലോകത്തൊരാൾക്ക് കിട്ടില്ല. നിങ്ങളൊക്കെ തന്നെയാണ് യശോദ. ആ നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങൾക്ക് തന്ന പെരുന്നാളത്തപ്പം നിങ്ങൾ നമസ്കരിക്കുക.
ഞങ്ങളുടെ നാട്ടിലൊക്കെ സപ്താഹം നടക്കുന്ന സമയത്ത് അമ്മമാർക്ക് പരിചയം ഉണ്ടാവും. ഈ ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ട് പാട്ട് പാടും. കണ്ണൻ ഉണ്ണി മാമുണ്ണണേ ഓട്ടൂരിന്റെ വെയില് കൊണ്ട് നിൻ പൂവുടലയ്യോ താളുപോലെ തളരുന്നു അല്ലെ, മണ്ണ് വാരി കളിച്ചത് മതി കണ്ണൻ ഉണ്ണി മാമുണ്ണണേ. ആ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്തായിരുന്നു? അതിൽ മഹാദേവനെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ആ പാട്ടില്. ഈ ചെറുത് ഇങ്ങനെ കളിക്കാണ്ട് തുണി കൊടുക്കാണ്ട് റോട്ട് കൂടെ മുഴുവൻ ഓടിയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോ സ്വന്തം അമ്മ വിളിച്ച് പറയാണ്, കാകവേഷത്തിൽ നിൽപ്പു ശങ്കരൻ വിഷ്ണു നിർമാല്യം ഉണ്ണുവാനാണ്. ഉണ്ണി ഈ നിൽക്കണ കാക്ക ആരാന്നറിയോ നിനക്ക്? ഇത് സാക്ഷാൽ മഹാദേവനാണ്. എന്തിനാ ഉണ്ണി അദ്ദേഹം കാത്തു നിൽക്കുന്നത്? എന്റെ ഉണ്ണി ചോറുണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം അമ്മയ്ക്ക്. അതുകൊണ്ട് എന്റെ ഉണ്ണി വന്ന് ചോറുണ്ട് എന്ന് പറയുന്ന അമ്മ. ആ അമ്മ നിങ്ങൾ ഓരോരുത്തരാണ് ഞാൻ പറഞ്ഞത്. മഹാദേവൻ പോലും വിഷ്ണുവിന്റെ നിർമ്മാല്യം ഉണ്ണാനായിട്ട് അത് ഗുരുവായൂരത്തിന്റെ മുമ്പിൽ ചെറുതാണ് മഹാദേവൻ എന്ന് പറയാനല്ല ഞാൻ ഉപയോഗിച്ചത്. അത്രയധികം ഇഷ്ടമാണ് ഭഗവാനെ എന്നാണ്. ഗുരുവായൂരപ്പൻ പോലും നല്ലൊരു ഉണ്ണീനാവാൻ വേണ്ടി പ്രാർത്ഥിച്ചത് മഹാദേവനെയാണ്. പാർശ്വപത വ്രതം, ആ വ്രതം എടുത്തിട്ടാണ് സാമ്പൻ എന്ന് പറയുന്ന മകൻ ഭഗവാൻ ജനിക്കുന്നത്. സാമ്പൻ എന്ന് പറഞ്ഞത് എന്താർത്ഥം? അമ്പയോട് കൂടിയവൻ ശിവൻ എന്നാണ് അർത്ഥം. സ്വന്തം മകൻ ശിവന്റെ പേരിട്ട ആളെയാണ് നിങ്ങൾ ശിവന്റെ വിരോധിയായിട്ട് മാറ്റാൻ നോക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ എത്രത്തോളം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും അത്രത്തോളം, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഒരു അമ്മയായി കണ്ട് സ്നേഹിക്കുക. അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ അടുത്തുണ്ടാവും ഭഗവാൻ. ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനോട് ചോദിക്കാറുണ്ട്, കൃഷ്ണ അങ്ങ് ഈ യശോദാമ്മ ഒരു ഒരല് കെട്ടിയിട്ടപ്പോ അത് വലിച്ചോണ്ട് പോയിട്ട് കുബേരന്റെ മക്കളായിട്ടുള്ള രണ്ടുപേർക്ക് അവിടുന്ന് മോക്ഷം നൽകി അല്ലെ? പ്രപഞ്ചം മുഴുവൻ ആരാണോ നിയന്ത്രിക്കുന്നത് അയാളെ നിയന്ത്രിക്കുന്ന ആളാണ് നിങ്ങൾ. ആ നിങ്ങളുടെ ഭാഗ്യത്തെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കണം. നിങ്ങൾ ഓരോരുത്തരും യശോദയാവട്ടെ, ആ യശോദാമ്മയെ കീർത്തിക്കുന്ന ഒരു കീർത്തനം അത് വായിക്കാണ്ട് പോവാന്ന് പറഞ്ഞാൽ മഹദ്വിക്രമമാണ്. അമ്മയെ കുറിച്ച് പറയാണ്ട് നോക്കൂ, എങ്ങനെയാണോ മക്കളെ കുറിച്ച് പറയുമ്പോൾ മഹാദേവൻ ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്റെ അമ്മയെ കുറിച്ച് പറയണതാണ് ഗുരുവായൂരപ്പൻ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അമ്മയെ കുറിച്ചുള്ള ഒരു കീർത്തനം വൈഷ്ണവ് വായിക്കും അല്ലെ?
ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു നേരമെങ്കിലും വായിച്ചിട്ട് ഇത് ആദ്യം പ്രേമത്താടാണോ 96ഉം വായിച്ചിട്ട് അടുത്തേക്ക് ഇപ്പൊ അങ്ങനെയുള്ള ആ യശോദാമ്മയുടെ പ്രിയപ്പെട്ട, ഞാൻ ഈ യശോദാമ്മ എന്ന് പറയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത്. പണ്ടൊക്കെ യശോദായ യശോദ എന്ന് പറയാം. ഒരു ഭാഗവത സപ്താഹ വേദിയിൽ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4-5 തവണ യശോദ എന്ന് പറഞ്ഞപ്പോ അവിടെ അലങ്കരിക്കാൻ തൂക്കിയിട്ടുള്ള അടയ്ക്കന്റെ തലയിൽ വീണിട്ടുണ്ട് പണ്ട്. പറഞ്ഞു റെസ്പെക്ട് ചെയ്യണം, എന്റെ അമ്മയാണ്, അമ്മ എന്നോട് ചേർത്ത് വിളിച്ചോളണം എന്ന് പറഞ്ഞത്. അന്നോട്ട് യശോദാമ്മ എന്ന് പറയാൻ അങ്ങനെ വല്ലാണ്ട് മറക്കാറില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം ഗുരുവായൂർ. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് പൂർണ്ണത്രയീശൻ, സന്താന ഗോപാലമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. അദ്ദേഹത്തെ ഏറ്റവും അധികം സ്നേഹിച്ച ഈ തൃപ്പൂണിത്രക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അത്ര പേർക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാം, എനിക്ക് അറിഞ്ഞൂടാ. ആഞ്ഞം മാധവൻ നമ്പൂതിരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും ആഞ്ഞത്തിന്റെ സമകാലീനായിട്ടുള്ള ഒരാള്, തൃപ്പൂണിത്തുറ കോവിലകത്ത് തന്നെ ജനിച്ചിട്ടുള്ള ഒരാള്, ആഞ്ഞത്തിനെ പോലെ തന്നെ ആദ്യകാലത്ത് ഗുരുവായൂരപ്പനിൽ ഒരു വിശ്വാസം അല്ലാണ്ട് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ട് മാറിയിട്ടുള്ള ഒരാള്. തൃപ്പൂണിത്തുറക്കാർ, ഞാൻ നിങ്ങളോടൊരു കാര്യം, എന്റെ അറിവ് ശരിയാണെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നലക്ഷ്മി ഹാളിൽ നടക്കുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദ ഊട്ട് തുടങ്ങി വെച്ചത് ഒരു തൃപ്പൂണിത്തുറക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ആ കാര്യത്തിൽ തൃപ്പൂണിത്തുറക്കാരാണ് തുടങ്ങിയത്. ഇന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാ ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ രസകാലം ഉൾപ്പെടെ ഒന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓടിയെത്തുന്നത് തുടങ്ങി വെച്ചത്, അന്ന് ഇത്ര കണ്ട് വിഭവത്തില്ല, അത് തുടങ്ങി വെച്ചത് ഒരു തൃപ്പൂണിത്തുറയുള്ള ആളാ. ആരാത്? എത്ര പേര് കേട്ടിട്ടുണ്ട് കാശി അപ്പൻ തമ്പുരാനെ കുറിച്ച്? നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ നാട്ടുകാരനാണ്. കേട്ടിട്ടുണ്ടോ? കേൾക്കണം. ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു അദ്ദേഹം. ഭക്തി കൂടി 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 ഗുരുവായൂരപ്പനെ എങ്ങനെയാണോ വില്ലുമംഗലം, എങ്ങനെയാണോ കുറൂരമ്മ നേരിട്ട് കണ്ടിരുന്നത്, അതുപോലെ കാണാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നതാണ്. അദ്ദേഹത്തിന് പല ആളുകളും ഗുരുവായൂർ പ്രദേശത്തൊക്കെ അദ്ദേഹം എന്തോ വെറുതെ ഇങ്ങനെ പോസ്റ്റ് പറഞ്ഞു നടക്കണം, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, കിളി പോയി, അദ്ദേഹത്തിന് ബസ്സാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞത് കേട്ട് ഈ തൃപ്പൂണിത്തുറയിലുള്ള മറ്റൊരു ബ്രാഹ്മണൻ, അദ്ദേഹം ഗുരുവായൂർ പോയപ്പോ കാശിയപ്പൻ തമ്പുരാനെ കണ്ടുത്രേ. കാശിയപ്പൻ തമ്പുരാനെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ഉപദേശ രൂപത്തിൽ പറഞ്ഞു, തിരുമേനി അങ്ങ് എത്ര വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. കോവിലകത്തുനിന്ന് അദ്ദേഹത്തിന് മാസച്ചെലവിന് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണ പൈസ കൊണ്ട് അദ്ദേഹം തുടങ്ങിയതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഗുരുവായൂരത്തെ അന്നദാനം. ഓർത്തു വെച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനി എല്ലാവരും അങ്ങേ പരിഹസിക്കുന്നു, അങ്ങ് എത്ര വലിയൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്, എത്ര വലിയൊരാളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഈ ഭ്രാന്താന്നുള്ള വിളി കേൾപ്പിക്കാനായിട്ട് ഇവിടെ നിൽക്കണോ? അങ്ങക്ക് വിഷമാവണില്ലേ ഈ വിളി കേൾക്കുമ്പോ? ഇങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ടു എന്നൊക്കെ അവർക്ക് പറയാതിരുന്നൂടെ? എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് നാമം ജപിച്ച് കഴിഞ്ഞു കൂട്ടിയ പോലെ എന്ന് പറഞ്ഞു എന്നാണ്. ഇദ്ദേഹം പറയണതൊന്നും കേൾക്കാതെ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അത്രേ. പെട്ടെന്ന് എന്തോ ഒരു വെളിപാടുണ്ടായ പോലെ ഈ മനുഷ്യനെ തട്ടിയിട്ടിട്ട് കാശിയപ്പൻ തമ്പുരാൻ ഗുരുവായൂർ അമ്പലത്തിൽ കൂടെ ഓടിയതാണ്. അതാ ഓടൂ എന്ന് പറഞ്ഞിട്ടു. അയ്യോ അതാ ചാടി മതിലിന്റെ മുകളിൽ കയറി, അതിപ്പോ വീഴുമല്ലോ എന്ന് പറഞ്ഞ് കൊള്ളടാൻ തുടങ്ങി, ഉറക്കെ ഒച്ച വയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം മതിൽ, നിങ്ങൾ ആ ഭഗവതിക്കെട്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആ ഭാഗത്തുള്ള മതിലായിരുന്നു പറയാം, അത് കൂടെ ഓടിയിത്ര അദ്ദേഹം. അതാ മതിലിന്റെ മുകളിൽ കൂടെ ഓടുന്നു, ആരെങ്കിലും പിടിക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് അമ്പലത്തിങ്ങനെ ഓടിയിട്ട് പറഞ്ഞു, അതാ കൊടിമരത്തിന്റെ മുകളിൽ കയറിപ്പോയി. ഇവിടെ 2 കൈയും കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചാടി കണ്ണാന്നുണ്ട്. ഈ പാവം തിരുമേനി ഉപദേശിക്കാൻ പോയ ആൾക്ക് തോന്നുന്നു നല്ല ആളെ ഉപദേശിച്ചു. ക്രോധം ഉണ്ടായിട്ട് ദേഷ്യം ഉള്ളിൽ വന്നിട്ട് തിരുമേനിയോടല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചിട്ട് വലിച്ച സമയത്ത് മുകളിലേക്ക് നോക്കിയതാണ്. തൊട്ട സമയത്ത് മുകളിൽ കണ്ടുത്രേ ഭഗവാനെ. എപ്പോഴാണോ കാശിയപ്പൻ തമ്പുരാന്റെ കൈ പിടിച്ചത്, ആ ഉപദേശിക്കാൻ പോയ ആള് കണ്ടു മുകളില്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു. ആണ് ഗുരുവായൂരപ്പന്റെ മഹത്വം. 2 കൈയും കാട്ടിങ്ങനെ നിൽക്കാത്രേ. ആഞ്ഞൊക്കെ പറയും കൊടിമരത്തിന്റെ മുകളിൽ, ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരപ്പന്റെ സ്വഭാവം ഉണ്ടെന്ന് പറയുക, ഈ കൊടിമരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഉഴുന്നിറങ്ങുക, വികൃതി.
അപ്പൊ ആഞ്ഞൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കത്രേ, രണ്ട് കൈ കാണിച്ചിട്ട്, കാശ്യപ്പൻ തമ്പുരാനൊക്കെ. അപ്പൊ പാവപ്പെട്ട ഭക്തരൊക്കെ ഒന്ന് ചോദിക്കത്രേ, തിരുമേനി എന്തിനാ ഇങ്ങനെ നിൽക്കണേ? അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള മറുപടി ഉണ്ട്, സച്ചിദാനന്ദ കട്ടയാണ്, താഴെ വന്നാൽ പിടിക്കാലോ. അതിനെ കിട്ടുമ്പോ കിട്ടുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ്, സന്തോഷം. എത്രയോ ആളുകൾ ഒരു പൈസ ഇല്ല, ഉടുക്കാൻ നേരാവണ്ണം ഡ്രസ് ഇല്ല, ബന്ധുക്കളില്ല, എന്നാലും അവർ ഹാപ്പിയാ. ഒറ്റ വാചകം കൊണ്ട്. ഏത് വാചകം? എനിക്ക് എന്റെ ഗുരുവായൂരപ്പനുണ്ട്. അത് മതി. ആ വാചകത്തിന് വേണ്ടി, അത് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ പ്രയത്നം മുഴുവൻ. അങ്ങനെയുള്ള ഭഗവാനെ നമുക്കൊക്കെ, നമ്മളൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, ഓടി ചെന്ന് തൊഴുതു വരാം. എനിക്കും നിങ്ങൾക്കൊക്കെ ആ പ്രിവിലേജസ് ഉണ്ട്. എത്രയോ ആളുകൾ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്ത ആളുകൾ ഈ പ്രപഞ്ചത്തിൽ എത്ര പേര് നിങ്ങൾക്കറിയാം? ഞാൻ എന്റെ അനിയന്റെ ഷോറൂമിന് എന്റെ 2ാമത്തെ വയസ്സിൽ ഗുരുവായൂർ പോയിട്ട്, ഞാൻ പിന്നെ ഗുരുവായൂർ പോകുന്നത് എനിക്ക് 19 വയസ്സായിട്ടാണ്. ഇന്ന് ഗുരുവായൂരിന് ആഴ്ചയ്ക്ക് വിളിപ്പിക്കുന്നു. 23-ാം തീയതി നന്ദഗോവിന്ദൻ ഭജൻസിന്റെ കൂടെ ഗുരുവായൂർ പ്രോഗ്രാം ചെയ്യാൻ പോകും. അതൊക്കെ ഗുരുവായൂരപ്പൻ തരുന്ന. പണ്ട് ഏതോ ഒരു പ്രോഗ്രാമിന് എന്റെ പേര് നോട്ടീസ് അടിച്ചപ്പോ വ്യാസൻ ഗുരുവായൂർ അതിന്റെ കൂടെ എഴുതി. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്റെ പേര് ഗുരുവായൂരല്ല, എന്റെ പേര് മണ്ണാർക്കാടാണ്. അപ്പൊ ആ കമ്മിറ്റിക്കാരൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കുന്നത് ഗുരുവായൂരപ്പനാണ്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെ വെച്ചോളൂ. ആത്യന്തികമായിട്ട് അദ്ദേഹം ഉള്ളൂ നമുക്ക്. അദ്ദേഹം തന്നെയാണ് ഈ അകത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവും. വേദഭാവത്തിൽ കാണുന്നത്. ആ ഗുരുവായൂരപ്പനെ ഒരിക്കലും, എനിക്ക് എറണാകുളത്തെ ഒരു അമ്മ കഴിഞ്ഞ അഷ്ടമിരോഹിണിക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഷ്ടമിരോഹിണി ഉണ്ടായിരുന്നത് സെപ്റ്റംബറിലായിരുന്നു. ആ അമ്മ എനിക്ക് മെസ്സേജ് അയച്ചത്, വ്യാസം ഞാൻ ഡിസംബറിൽ ഗുരുവായൂർ പോകുന്നുണ്ടെന്നാണ്. അമ്മയ്ക്ക് അപ്പോഴേ പോകാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള അവസ്ഥയുള്ളൂ, ഓടിപ്പോകാൻ പറ്റില്ല, കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം നോക്കിയപ്പോൾ ഞാൻ ഇൻബോക്സ് അങ്ങനെ നോക്കാറില്ല. ഈ കൗണ്ട് ഡൗൺ പോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി 12 ദിവസം, ഇനി 11 ദിവസം, ഇനി 10 ദിവസം. ലാസ്റ്റ് എത്തിയ സമയത്തൊക്കെ ഞാൻ എന്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ വരും. കാരണം ബാഗ് പാക്ക് ചെയ്തു, ഉറങ്ങാൻ കിടക്കണു, ഉറക്കം വരുന്നില്ല, പോരായി, കുളിച്ചു, പിന്നെ അങ്ങനെ മെസ്സേജ് ഇല്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അമ്മയ്ക്ക് എന്ത് വെച്ചിരുന്നു. ഗുരുവായൂരപ്പൻ ആ അമ്മയെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, ഗുരുവായൂരപ്പന്റെ കൂടെ വന്നാൽ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു രാത്രി 12 മണി മുതൽ 4 മണി വരെ കണ്ടിന്യൂസ് ഓരോ മണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ ഇവിടെ എത്തി, ഇത് അപ്പൊ ഞാൻ കാണും, ഇപ്പൊ ഞാൻ കാണും, ഇപ്പൊ ഞാൻ കാണും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. പണ്ട് ഗുരുവായൂരനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വലിയ ദീപസ്തംഭത്തിന്റെ അവിടെ നിന്ന് ഒന്ന് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞ അപ്പുറത്തെ അവളുടെ തലയൊക്കെ അങ്ങനെ മാറ്റിയിട്ട് നോക്കാറില്ലേ? ചില സമയത്ത് ഈ ഉച്ചപൂജ അലങ്കാരമൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒരു കറുത്തൊരു രൂപം മാത്രം കാണാൻ പറ്റുള്ളൂ, ഒന്നും കാണില്ല. വേറെ ഒരു തിലകം ഉണ്ടാവും, അപ്പോഴും ആ തിലകം കടന്നു നടക്കും. അത്ര മതി. ആ സമയത്ത് നിങ്ങൾ എന്തനുഭവിക്കുന്നു, ആ അനുഭവം എപ്പോഴും ഉണ്ടാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിന് എന്ത് വേണം? ദയവായി ഗുരുവായൂർ മാത്രമാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്ന് കരുതരുത്. കാശ്യപ്പൻ നമ്മ കൊടുത്തരക്കാരനായിട്ടുള്ള അദ്ദേഹം എത്രയോ വർഷക്കാലം ഗുരുവായൂർ താമസിച്ച് തിരിച്ച് ഗുരുവായൂരിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാവരും നമസ്കരിക്കുക. അദ്ദേഹത്തിന് വലിയ വിഷമായി, എല്ലാവരും എന്നെ നമസ്കരിക്കുന്നു ഗുരുവായൂരപ്പനുള്ളപ്പോ. അദ്ദേഹം ഗുരുവായൂരിൽ പോകാൻ നോക്കിയപ്പോ ഗുരുവായൂരത്തെ ആൾക്കാരൊക്കെ വളഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അത്രേ ഇവിടുന്ന് പോയാൽ അങ്ങേക്ക് ഉറക്കം വരുമോ? ഗുരുവായൂരപ്പനെ പിരിഞ്ഞ് അങ്ങേക്ക് എങ്ങനെ ഇരിക്കാൻ സാധിക്കും? ഗുരുവായൂരപ്പനെ കാണാതെ അങ്ങേക്ക് ഇരിക്കാൻ പറ്റുമോ? ഒറ്റ വാചകം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളോട് ആര് പറഞ്ഞു ഗുരുവായൂരപ്പൻ ഇവിടെ മാത്രമേ ഉള്ളൂ? അതാണ് ആ കോൺഫിഡൻസ് ഉണ്ടാവണം. ഒപ്പം അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ ആരും ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ വരണ്ടാന്ന്. നിങ്ങൾ എവിടെ വിളിച്ചോ അവിടെ ഗുരുവായൂരപ്പൻ ഉണ്ട്. പിന്നെ നിങ്ങൾ ഗുരുവായൂർക്ക് വരണം. അതിനെ ഞാൻ ഗുരുവായൂർക്ക് പോണേ. എന്തിനാ ആഴ്ചയ്ക്ക് പോകണം എന്നോട് ചോദിക്കരുത്. നിങ്ങൾ ഗുരുവായൂർക്ക് വരേണ്ടത് എന്തിനാ? അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നു, ഇവിടെ നടക്കുന്ന ആധ്യാത്മിക സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ, ഇവിടെ നടക്കുന്ന നാമജപ സദസ്സുകളിൽ പങ്കെടുക്കാൻ, ഇവിടെ നടക്കുന്ന ഭഗവാന്റെ ശീവേലി കാണാൻ, ഇവിടെ കൊടുക്കുന്ന ഭഗവാന്റെ പ്രസാദം ഇട്ട് കഴിക്കാൻ, അതിനൊക്കെ ഇങ്ങോട്ട് പോന്നോളൂ. അല്ലാണ്ട് കാണുക അതിന് മാത്രം ഇവിടെ വരണ്ട. നിങ്ങൾ എവിടെ വിചാരിച്ചോ അവിടെ ഭഗവാൻ ഉണ്ട്. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇവിടെ തൃപ്പൂണിത്തുറയിലോ അല്ലെങ്കിൽ ഗുരുവായൂരോ ബദ്രിയിലോ ദ്വാരകയിലോ വൃന്ദാവനത്തിലോ ഒന്നും പോവാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഭഗവാനെ. ഒരിക്കലും അങ്ങനെ കരുതാതിരിക്കുക. നമ്മുടെ വീടും നമ്മുടെ അടുക്കളയും ഭൂലോക വൈകുണ്ഠാണെന്ന് കരുതുക. അവിടേക്ക് വിളിക്കുക ഗുരുവായൂരപ്പനെ. ഇത് ഓടി വരും. നേരത്തെ ഇവിടെ വൈഷ്ണവ വായിച്ചല്ലോ, ഉണ്ണിക്കണ്ണാവായോ എന്നുള്ള കീർത്തനം. അതുപോലെ വിളിച്ചാൽ അദ്ദേഹം ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരും.
ഭഗവാന്റെ ഭാര്യയാണ് ലക്ഷ്മി. ഇടയ്ക്ക് ഭഗവാനോട് ചോദിക്കത്ര എന്നോടാണോ കൂടുതൽ ഇഷ്ടം എന്ന്. ഭഗവാൻ ചിരിക്കുള്ളൂ. എനിക്ക് എന്റെ ഭക്തര് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ. ഞാൻ എന്റെ ഭക്തന്റെ ദാസന്റെ 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 ദാസനാണ്. അവിടെ ടോക്കൺ സിസ്റ്റം വരികയെ, ടോക്കൺ സിസ്റ്റം പോവേ, മീനമാസം 1-ാം തീയതി നിർമ്മാല്യം തോടാൻ ബെഞ്ച് മറിച്ചിടേ, വട്ടവർ എന്താന്ന് വെച്ചാൽ നടന്നോട്ടെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ ബാധിക്കുന്ന വിഷയം നമ്മളും ഗുരുവായൂരും തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് ഗുരുവായൂരപ്പൻ തൊട്ടടുത്തുണ്ട് അല്ലെ, ഞാൻ വരുമ്പോ അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഒരേ സമയം നോക്കൂ, നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഇവിടെ ശിവനെ തൊഴാം, അപ്പുറത്ത് പോയി കൃഷ്ണനെ തൊഴാം. ആത്യന്തികമായിട്ട് രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ ഭഗവാനെ കാണാം. അങ്ങനെ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ആ കാണാനുള്ള ഭാഗ്യത്തെ കൂടി ഗുരുവായൂരപ്പന്, ആ ഭാഗ്യത്തെ ഗുരുവായൂരപ്പന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് യശോദര കീർത്തനം വായിക്കും. നമ്മൾ ഈ പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഭഗവാൻ ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ഇവിടെ പലപ്പോഴും ഇപ്പം നാമജപങ്ങളും ഭജനയൊക്കെ എത്രയും കൂടിയ സമയത്ത് ചില ആൾക്കാരൊക്കെ പറയും, ഈ രാധകൻ പ്രേമത്താടാണോ ഒക്കെ ഭജനയാണോ വ്യാസൻ, അല്ലെങ്കിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കൊണ്ട് നീ അതൊക്കെ എന്നു മുതലാണ് ഭക്തിഗാനായത്, സിനിമാ പാട്ട് പാടുന്നതാണോ ഭജന, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിജീവികളുണ്ട്. ഏതെങ്കിലും ഒരു വിധത്തിലെങ്കിലും നാമം ജപിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. അതിനുപയോഗിക്കുന്ന ടൂൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. എനിക്കും നന്ദഗോപാലുമായിട്ട് യാതൊരു കോൺട്രാക്റ്റും ഇല്ല. ഒരു ഭജന സംഘമായിട്ട് എനിക്ക് യാതൊരു, എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണെന്ന് മാത്രം. അവരെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിലൂടെ ഒരു മാറ്റം ഉണ്ടാവുന്ന സമയത്ത് ദയവായി അതിനെ ആക്രമിക്കാതിരിക്കുക. സിനിമാ പാട്ട് മൊത്തം മോശമാണെന്നുള്ള അഭിപ്രായം എനിക്ക് എന്തായാലും ഇല്ല. ഗുരുവായൂരപ്പനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രാർത്ഥന എന്താണ് എന്നുള്ള ഒരു ആലോചന ഉണ്ടായ സമയത്ത് ഒരു പെൺകുട്ടി അയച്ചിട്ട് മെസ്സേജ് ഉണ്ട് പണ്ട്. ആ കുട്ടി ഒരു സിനിമാ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ 2 വരി എഴുതി അയച്ചു, ഏട്ടാ ഇത് പ്രാർത്ഥിച്ചാൽ മതി. ഇത് നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ
വരും ജന്മത്തിലെങ്കിലും ശൗരേ ഒരു പൂവായി ജനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്നാണ്. എടോ ഇത് ഭക്തിയാനാണോ? സിനിമ പാട്ടല്ലേ? അല്ലേ? വിഷം വായിക്കുന്നുണ്ട്. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കലും മൂകാംബിക പോയത്. മൂകാംബിക പോയി മൂകാംബികയിൽ സൗപർണികയുടെ അടുത്തിരിക്കുമ്പോ സൗപർണികയുടെ ഓരോ ഓളങ്ങളും ആ നദിയിലേക്ക് ഇങ്ങനെ കാറ്റത്ത് വരുന്ന സമയത്ത് ആ ഓരോ ഓളങ്ങളെയും സഹസ്രനാമങ്ങളായി കാണാൻ നമ്മളെ പഠിപ്പിച്ചു. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ അമ്മേ എന്നും സിനിമയിലാണ് പാടിയത് അല്ലെ? ഒരു നദിയിലെ ഓളങ്ങളെ പോലും ഭഗവതിയുടെ ഓരോ നാമങ്ങളായി കാണാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് മഹാദേവനെ കുറിച്ച് പറഞ്ഞു, മുരുകനെ കുറിച്ച് പറഞ്ഞു, ഗുരുവായൂരപ്പനെ കുറിച്ച് പറഞ്ഞു, അയ്യപ്പസ്വാമിയെ കുറിച്ച് പറഞ്ഞു, ഗണപതിയെ കുറിച്ച് പറഞ്ഞു. ഒരാളെ ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ചത് ഇവിടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. വൈരാഗിയായിരുന്ന എന്റെ ഗൃഹസ്ഥനാക്കി മാറ്റിയത് അവളാണ് അല്ലെ? അമ്മേ എന്ന് നമുക്ക് ധൈര്യപൂർവ്വം വിളിക്കാൻ സാധിക്കുന്ന ആ ജഗദംബികയെ ഗുരുവായൂരപ്പനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് പത്മനാഭ സഹോദരി എന്ന ഭാവത്തിൽ ലളിതാസഹസ്രനാമത്തിൽ നിങ്ങൾ വായിക്കുന്ന ആ ഭഗവതി ഇവിടെ ആയതുകൊണ്ട് ചൊറ്റാനിക്കര അമ്മയായിരിക്കുന്ന രാജരാജേശ്വരി ആയിരിക്കുന്ന ആ ഭഗവതിയെ നമസ്കരിക്കുന്നു. തൃപ്പൂണിത്തറയുള്ള അല്ലെങ്കിൽ തൃപ്പൂണിത്തറയ്ക്ക് കഥകളി കാണാൻ ഗുപ്തൻ നമ്പൂതിരി വന്നപ്പോഴാണ് യക്ഷി പുറകിൽ കൂടിയത് അല്ലെ? കഥകളിക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് തൃപ്പൂണിത്തറ. കാമാക്ഷി വാരസ്യാർ എന്നുള്ള പേരിൽ യക്ഷി പുറകിൽ കൂടുകയും കല്ലെറിഞ്ഞും തോർത്ത് വീശിയും ഓടിക്കുകയും ഒരു കാലിൽ പിടിക്കുകയും മറ്റേ കാല് ക്ഷേത്രത്തിനകത്തായതുകൊണ്ട് അമ്മയെ അപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കരുതൊന്നും വേണ്ട, നിങ്ങളെ യക്ഷി പിടിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ഓർമ്മ വരുന്ന ഉറപ്പുള്ള എത്ര ആൾക്കാരുണ്ട്? നല്ലായിരിക്കും. ശ്യാമളാദണ്ഡകം ഓർമ്മ വരുന്നുള്ള എത്ര ആൾക്കാരുണ്ട്? യക്ഷിയാണെങ്കിൽ പുറകില്. ഇപ്പൊ നോക്കണ്ട, ആദ്യം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി വരുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഒരു ശബ്ദം നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരും. എന്ത്? അമ്മേ എന്നെ രക്ഷിക്കണേ അല്ലെ? അതിന്റെ മുകളിൽ ഏത് മന്ത്രാണുള്ളത്? അമ്മേന്ന് വിളിക്കുന്നതിനേക്കാൾ അമ്മയ്ക്ക് ഇഷ്ടം വേറൊന്നുമില്ലാതാണ്. ആ അമ്മയാണ് നമ്മളെയൊക്കെ പരിപാലിച്ചുകൊണ്ട് സരസ്വതിയായും ദുർഗയായും മഹാകാളിയായും ആ ശ്രീകോവിലിനകത്തിരിക്കുന്നത്. നിങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിനകത്തേക്ക് കയറി പോകുമ്പോ അവിടെ ഭഗവതിയുടെ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കട്ടള മുകളില് ഒരു പ്രായമായിട്ടുള്ള തിരുമേനിയുടെ ഫോട്ടോ വെച്ച് കണ്ടിട്ടുണ്ടോ? ആരാത്? അവസാനിപ്പിക്കാൻ പറയാം. അങ്ങനെയുള്ള ഭഗവതി ആ അമ്മയെ നമസ്കരിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനം ഇവിടെ വായിക്കും. ചെമ്മങ്ങാട് നരസിംഹം ഭട്ടതിരി എന്ന് പറയും, അദ്ദേഹമാണത്. അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന ചോറ്റാനിക്കര ക്ഷേത്രത്തെ ഈ ക്ഷേത്രമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. ആ ഭഗവതിയെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീർത്തനം കൂടെ വായിച്ച് നമ്മൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വിഷ്ണുവായി
ഒരുപാട് സന്തോഷം. ഇത്രയും സമയം ഞങ്ങളായിട്ട് സഹായിച്ച ഞങ്ങൾ എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ക്ഷേത്രഭാരവാഹികളോടും ഇനി തുടങ്ങേണ്ട പരിപാടി തുടങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമയോട് ചോദിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നന്ദി. താങ്ക് യു സോ മച്ച്.